Are you all carrying paper and pen so you can take down some dietary charts and go back home and start doing? Wow. ഒരു എനർജി ഇല്ലല്ലോ. രാവിലെ തൊട്ട് സെഷൻ കേട്ട് ചത്തിരിക്കുകയാണോ? മലയാളം മനസ്സിലാവല്ലോ അല്ലേ? നിങ്ങൾ ഇരിക്കുന്ന കണ്ടാ തോന്നും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. Can you all like clap or get up? Get up. Not for me, get up. Let's just. ഇരുന്ന് ഉറങ്ങുന്നു എല്ലാരും. Okay. Do you want to do some basic exercise and wake up? നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. Okay, sit. Still no energy. Okay, hi. So, my name is Gauri Krishna and this is the controller. I'll wait some more time and see energy വരുന്നുണ്ടോ എന്നുള്ളത്. ഇംഗ്ലീഷ് മലയാളം ഏതാ പ്രിഫർ ചെയ്യുന്നത്? അതിനെങ്കിലും ഉത്തരം പറ. മലയാളം. ഓക്കെ, പെർഫെക്റ്റ്. ശരി. മംഗ്ലീഷ് ആയ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതാണ് എന്റെ ടോപ്പിക്. ഈ ടോപ്പിക് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ല ഇൻട്രസ്റ്റും തോന്നുന്നുണ്ടോ? അല്ല വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതാണോ? കുറെ യെസ് കേട്ടു. ഓക്കെ, സോ ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫൺ ആൻഡ് ഇന്ററാക്റ്റീവ്. ഓക്കെ, കുറച്ച് എനർജിയും കുറച്ച് ഇന്ററാക്ഷനും പറ്റുകയാണെങ്കിൽ തരിക. ബിക്കോസ് അല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി റേഡിയോയിൽ കേൾക്കുന്ന ഒരു പ്രസന്റേഷൻ പോലെ ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ലെറ്റ് മീ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഇസ് ഗൗരി കൃഷ്ണ. എന്റെ ഏതെങ്കിലും വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഐ എം എ ന്യൂട്രീഷനിസ്റ്റ്. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് 12th കഴിഞ്ഞിട്ട് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച് 2 വർഷം റിപ്പീറ്റ് ഒക്കെ ചെയ്ത് കിട്ടാതെ ആയപ്പോൾ നാച്ചുറലി എന്നാ പിന്നെ മെഡിസിനോട് ചേർന്ന് നിൽക്കുന്ന വേറെ ഏതെങ്കിലും ബ്രാഞ്ച് ഉണ്ടോ എന്ന് അന്വേഷിച്ച് ന്യൂട്രീഷൻ പഠിക്കാന്ന് പറഞ്ഞ് ഐ ഡിഡ് മൈ ബാച്ചിലേഴ്സ് ഇൻ മൗണ്ട് കാർമൽ കോളേജ്, ബാംഗ്ലൂരിൽ. അതിനുശേഷം ഞാൻ നാട്ടിലോട്ട് ട്രിവാൻഡ്രം, ഐ എം ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് മൈ പേരൻസ് ആർ ബോത്ത് ഓഫ് ദം ആർ ഇൻ ടു ദിസ് ഹെൽത്ത് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് തന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അറിയായിരുന്നു എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ കറങ്ങിത്തിരിഞ്ഞ് ഈ ഫീൽഡിൽ തന്നെ വന്ന് എത്തും എന്നുള്ളത്. അപ്പോൾ ബോത്ത് മൈ പേരൻസ് ആർ വെറ്റനറി സർജൻസ് ബൈ പ്രൊഫഷൻ. പക്ഷെ ഇവൻച്വലി അവർക്ക് ആ പ്രൊഫഷനോട് അത്രയും പാഷൻ തോന്നാത്തത് കൊണ്ട് ബോത്ത് ഓഫ് ദം വെഞ്ചേർഡ് ബാക്ക് ഇൻ ടു ഹ്യൂമൻ ന്യൂട്രീഷനും സയൻസും ഒക്കെ അവർ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ കോളേജിന് ശേഷം ഒരു ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 1 ഇയറിന്റെ ഒരു ഇന്റഗ്രേറ്റീവ് ന്യൂട്രീഷൻ ഹെൽത്ത് കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനും കൂടി ഞാൻ ഓൺലൈനായിട്ട് ചെയ്തു. അപ്പൊ എന്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ്, അതിന്റെ കൂടെ ഞാനൊരു ഹെൽത്ത് കോച്ചും ആണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡയറ്റ് ചാർട്ട് കിട്ടിയിട്ട് അത് ഫോളോ ചെയ്തിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എവിടെന്നെങ്കിലും ഒക്കെ ഡയറ്റ് ചാർട്ട് കിട്ടിയിട്ടുണ്ടോ? ചോദിച്ചിട്ടുമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഏതെങ്കിലും ഒക്കെ ന്യൂട്രീഷൻ്റെ അടുത്ത് പോയിട്ട് ഡയറ്റ് ചാർട്ട് കിട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതുമില്ല. ഇത് എന്താണ് ഈ ക്രൗഡ്? ഓക്കെ, ശരി. നിങ്ങൾക്ക് ഈ ഡയറ്റ് ചാർട്ട് ആൾക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയാമോ? അത് ആൾക്കാർ പലപ്പോഴും ഫോളോ ചെയ്യാറില്ല എന്നുള്ളത് അറിയാമോ? ചെയ്യാറില്ല. അപ്പോൾ ആ പണിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് ഹാർമണി എന്നാണ്. ഹാർമണി, ഓക്കെ, ഹാർമണി വെൽനസ് കോൺസെപ്റ്റ്സ് എന്നാണ്. ട്രിവാൻഡ്രത്താണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു 5 years ആയിട്ട് ഹാർമണിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും പിന്നെ അതുപോലെ ഒരു ഫിസിഷ്യനും കൂടിയിട്ടാണ് ഹാർമണി ഓൾമോസ്റ്റ് ഒരു 13 years ബാക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഹാർമണി വെൽനസ് എന്ന് പറയുന്നത് വി ഫോളോ സംതിങ് കോൾഡ് ഫങ്ഷണൽ മെഡിസിൻ. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫങ്ഷണൽ മെഡിസിൻ പൊതുവെ ഒരു വളരെ പുതിയ ഒരു കോൺസെപ്റ്റ് ആണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ എന്താണ് എന്നുള്ളതൊക്കെ ഈ സെമിനാർ കഴിയുമ്പം നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇന്നത്തെ സെഷന്റെ ഒബ്ജക്റ്റീവ് നിങ്ങളെ പോഷകത്തെ പറ്റിയും ഭക്ഷണത്തിനെ പറ്റിയും ആരോഗ്യത്തിനെ പറ്റിയും എല്ലാം പഠിപ്പിച്ച് അതിന്റെ എക്സ്പേർട്സ് ആക്കുക, എനിക്കുള്ള അറിവെല്ലാം നിങ്ങളുടെ മുന്നിൽ കാണിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഇന്നത്തെ ഒരു 1 മണിക്കൂർ സെഷനിൽ എന്തെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ ആരോഗ്യത്തിൽ
എന്തെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള മാറ്റം വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സയൻസ് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ സെഷൻ കൊണ്ടുള്ള എൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പൊ അവിടെ ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഒരു ലാസ്റ്റ് 10-15 മിനിറ്റ്സ് നമുക്ക് കുറച്ച് ഇന്ററാക്ഷൻസും ക്വസ്റ്റ്യൻസും ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനനുസരിച്ചും വി ക്യാൻ ഡു ഒരു ഇന്ററാക്റ്റീവ് സെഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മൈ ഓർഗനൈസേഷൻ. ഇവിടെ വി വർക്ക് ആസ് എ ടീം ഓഫ് എക്സ്പേർട്സ്. ഇപ്പൊ പൊതുവെ നിങ്ങൾക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. PCODയുടെ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ട് എന്ന് വിചാരിക്കാം. പൊതുവെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ചെയ്യുക? ആരെയാ പോയി കാണുക? ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും. അതിൻ്റെ അകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല അല്ലെ? ഹോസ്പിറ്റലിൽ പോകുന്നു, OP പോകുന്നു, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവിടെ എന്താ സംഭവിക്കുക? സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന രോഗമാണ് എന്നുള്ള ഒരു ഡയഗ്നോസിസിലോട്ട് എന്നെത്തും. ഓ, നിങ്ങൾക്ക് PCOD ആണ്. അപ്പൊ നിങ്ങൾക്ക് പകുതി ഒരു സമാധാനവും, ഓ അതുകൊണ്ടാണ് എനിക്ക് ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സും വയറുവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതെന്നുള്ളൊരു ഡയഗ്നോസിസ് എത്തി. അടുത്ത സ്റ്റെപ്പ് എന്താ? മരുന്നുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അത്. വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈലോ മോഡിഫിക്കേഷൻസോ ഡയറ്റോ എന്തെങ്കിലും അവിടെ ഡിസ്കഷൻസ് നടക്കാറുണ്ടോ? പൊതുവെ ഫുഡ് ഹാബിറ്റ്സ് പറയും. പക്ഷെ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു നല്ലൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഇല്ല. അപ്പൊ പലപ്പോഴും നമ്മൾ ഇന്ന് ഒരു രോഗവുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ കാരണങ്ങളും അല്ലെങ്കിൽ എന്തുകൊണ്ടത് ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു കുറേ സമയം നമുക്ക് ഡോക്ടറുമായിട്ട് ഇരുന്ന് ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ഒരു മെഡിസിനിൽ കിട്ടാറില്ല. ഒരു OP ടിക്കറ്റ് എടുത്ത് ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഡോക്ടറിനെ കാണാൻ കഴിയുക. ഡോക്ടറിന്റെ അവിടുത്തെ ഒബ്ജക്റ്റീവ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിംറ്റംസിനെ എങ്ങനെ പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് അല്ലെ? ആ ജോലി ഡോക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ തന്നെ ഇവിടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റിസ് ഉള്ള ഏതെങ്കിലും ഒരാളുണ്ടോ? ഉണ്ട്. അപ്പൊ ഒരു ഡയബറ്റോളജിസ്റ്റിനെയോ ഒരു എൻഡോക്രിനോളജിസ്റ്റിനെയോ പോയി കണ്ടു കഴിഞ്ഞാൽ മാക്സിമം എത്ര നേരം ഇരിക്കും ഡോക്ടറിന്റെ അടുത്ത്? 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് അല്ലെ? ആൻഡ് മാക്സിമം അവിടെ സംസാരിക്കുക എങ്ങനെ നമുക്ക് മാക്സിമം ബ്ലഡ് ഷുഗർ എങ്ങനെ കുറച്ച് നിർത്താം എന്നുള്ളതിന്റെ കുറച്ച് മെഡിക്കേഷൻസിന്റെ ഇന്ററാക്ഷൻസും പറ്റിയാൽ ആ ഡോക്ടറിന് കുറച്ച് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഡയറ്റൊക്കെ കുറച്ച് എന്താ വാക്ക് ഉപയോഗിക്കുന്ന കൺട്രോൾ ചെയ്യണം എന്നും കൂടെ പറയും. അത് കേൾക്കുമ്പോഴേ നമ്മുടെ സന്തോഷമൊക്കെ പോവും. എന്താ ഈ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ പലപ്പോഴും ലൈഫ് സ്റ്റൈലിലെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡയറ്റ് ആയിക്കോട്ടെ, ഉറക്കമായിക്കോട്ടെ, മാനസികാരോഗ്യമായിക്കോട്ടെ, പോഷകത്തിന്റെ അവസ്ഥ ആയിക്കോട്ടെ, ഉറക്കമായിക്കോട്ടെ എന്നീ പറയുന്ന ജീവിതശൈലിയിലുള്ള കുറേ ഫാക്ടേഴ്സ് ഒന്നും പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പലപ്പോഴും നമുക്ക് ഡിസ്കസ് ചെയ്യാനോ പറഞ്ഞു തരാനോ കഴിയാറില്ല. അത് അവരുടെ ഒരു കുറ്റമല്ല. ഇന്നത്തെ നമ്മുടെ അങ്ങനത്തെ ഒരു മെഡിക്കൽ സിസ്റ്റം അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹാർമണിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്യുവർലി മോഡേൺ മെഡിസിൻ തന്നെയാണ്. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി തന്നെയാണ്. ഇപ്പോൾ പല ആൾക്കാരും ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്നാ പിന്നെ ഒരു നാച്ചുറോപ്പതി ആയിരിക്കും. മരുന്നുകളെ എനിക്ക് കഴിക്കാൻ വേണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് ഡയറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ മാറ്റുക എന്ന് കരുതുന്ന ആൾക്കാരായിരിക്കും. അല്ല, മോഡേൺ മെഡിസിൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഓഫ് മെഡിസിൻ ആണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹെൽത്ത് കെയറിൽ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യു ബിക്കോസ് ദിസ് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് മെഡിസിൻ. ഇനി ഒരിക്കലും ഒരു എക്സ്പേർട്ട് ഒറ്റയ്ക്ക് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഫ്യൂച്ചറിൽ വരില്ല. കാരണം വി ആർ ഗോയിങ് ടു ബി വർക്കിംഗ് ആസ് എ ടീം. അപ്പോൾ ഇൻ ഹാർമണി വാട്ട് വി ഹാവ് എ ടീം ഓഫ് ഫിസിഷ്യൻസ്, ഡോക്ടേഴ്സ് ഉണ്ട്, വി ഹാവ് മെന്റൽ ഹെൽത്ത് എക്സ്പേർട്സ് ഉണ്ട്, വി ഹാവ് ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്, ഫിസിയോ ട്രെയിനേഴ്സ് ഉണ്ട്, വി ഹാവ് ഗൈനക് സപ്പോർട്ട് ഉണ്ട്, സ്കിൻ കെയർ എക്സ്പേർട്സ് ഉണ്ട്, ന്യൂട്രീഷനിസ്റ്റുകൾ ഉണ്ട്, കോച്ചസ് ഉണ്ട്. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന്റെ കാരണം തന്നെ നമുക്ക് തന്നെ അറിയാം, ഒരു മനുഷ്യന് പല പല പ്രശ്നങ്ങളിലും പല പല ഏരിയാസിലും സപ്പോർട്ട് വേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താണ്, ഓരോ സപ്പോർട്ടിനും ഓരോരോ ആൾക്കാരെയായിട്ട് പോയി കാണുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. പകരം ഫങ്ഷണൽ മെഡിസിനിൽ നമ്മൾ ചെയ്യുന്നത് വി ബ്രിങ് ഓൾ ഓഫ് ദി എക്സ്പേർട്സ് ഇൻ ദ സെയിം റൂഫ്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഏതൊക്കെ ഏരിയാസിലാണോ വർക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ആ എല്ലാ ഏരിയാസിലും വർക്ക് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടീസിനെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫങ്ഷണൽ മെഡിസിന്റെ ഒബ്ജക്റ്റീവ്. അതായത് ഒരു വ്യക്തിയെ ഒരു രോഗത്തിന്റെ ചികിത്സയിൽ മരുന്നുകളോടൊപ്പം മരുന്നുകൾക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈലിനെ കാണുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെയാണ്
ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഇവിടെ കാണുന്ന നമ്മുടെ ടീമാണ്, കുറച്ചും കൂടി ടീമുണ്ട്. അപ്പൊ ന്യൂട്രീഷൻ ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനൊരു ക്ലിനിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ല. നമ്മൾ ബേസ് ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രം ആണെങ്കിൽ പോലും ഈ പറയുന്ന പല ആൾക്കാരും കേരളത്തിന്റെയും ഇന്ത്യയുടെയും പല പല സ്ഥലത്തിരിക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ദിസ് ഇസ് വാട്ട് ഐ ഡു. അപ്പൊ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നൗ വിൽ കം ബാക്ക് ടു ദ ടോപ്പിക്. ഈ ഫുഡ് ആസ് മെഡിസിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന, can you tell me a couple of things that come into your mind? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള ഡയബറ്റിസ് മാറും എന്നാണോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വന്ന അറ്റാക്ക് റിവേഴ്സ് ആവും എന്നാണോ? അപ്പോൾ ആദ്യം നമുക്ക് ഈ ടോപ്പിക്കിനെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ മെഡിസിൻ എന്ന് പറയുന്നതിന് ഒരു എവല്യൂഷൻ ഉണ്ട്. അപ്പൊ ആദ്യം ആ എവല്യൂഷൻ എന്താന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഈ മെഡിസിന്റെ എവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം വന്നതാണ് മെഡിസിൻ 1.0. ഇതെന്ന് പറയുന്നത് മനുഷ്യന്റെ ആദ്യകാല സമയത്ത് ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പൊ ഭൂമിയിൽ മനുഷ്യൻ വന്നിട്ട് എത്ര നാളായെന്ന് അറിയാമോ? ഓൾമോസ്റ്റ് ഒരു 2,50,000 വർഷമായി ഹോമോസേപ്പി എന്ന് പറയുന്ന നമ്മുടെ സ്പീഷീസ് ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ ഒരു 80% വർഷവും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്ന നമ്മുടെ ഒരു മെഡിസിനാണ് മെഡിസിൻ 1.0. ഇവിടെ സയൻസ് ഇല്ല, നമുക്ക് ഉള്ളതിൽ വെച്ച് എന്താണോ അറിയുക എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടുള്ള കുറെ ചികിത്സാ രീതികളായിരുന്നു. നൺ ഓഫ് ദിസ് വാസ് സയന്റിഫിക്. കാരണം ആ സമയത്ത് സയന്റിഫിക് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സും മെത്തഡോളജിയും എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. ഈ സമയത്ത് നമ്മൾ സൂര്യനെയും ദൈവത്തിന്റെയും അല്ലെങ്കിൽ സ്പിരിറ്റ്സിന്റെയും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉപയോഗിച്ചിട്ടാണ് അന്ന് രോഗങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ബേസിസുകളോ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസോ ഒന്നുമില്ല. ഇപ്പൊ തന്നെ ഇന്ന് നമ്മുടെ പൾസ് മെഷർ ചെയ്യണമെങ്കിൽ എന്തുണ്ട്? ടൂളുണ്ട്. ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യണമെങ്കിലോ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ടൂളുകളുണ്ട്. ഈ മെഡിസിൻ 1.0 ജീവിച്ചിരുന്ന സമയത്ത് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനോ അത് കണ്ടുപിടിക്കാനോ ഉള്ള ബ്ലഡ് ടെസ്റ്റുകളോ ഒന്നുമില്ല. എന്താണോ ആ സമയത്ത് മനുഷ്യന് മനസ്സിലായത് എന്നുള്ളതിന്റെ ബേസിസിൽ, ബേസ്ഡ് ഓൺ സം അന്നുണ്ടായിരുന്ന വെരി ബ്ലാൻഡ് നോൺ സയന്റിഫിക് പ്രിൻസിപ്പിൾസ്, വി യൂസ് ടു ട്രീറ്റ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മരണകാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷസ് ഡിസീസസ് ആയിരുന്നു, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിരുന്നു. മാത്രമല്ല ചൈൽഡ് മോർട്ടാലിറ്റി വളരെ കൂടുതലായിരുന്നു. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയും കുട്ടിയും മരിക്കാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 80% അതുകൊണ്ട് തന്നെ ഈ സമയത്തെ ലൈഫ് എക്സ്പെക്ടൻസി ചെറുതായിരുന്നു. ഒരു ഏർലി 40s അല്ലെങ്കിൽ ലേറ്റ് 30s ആയിരുന്നു ഈ സമയത്തെ ലൈഫ് എക്സ്പെക്ടൻസി. കാരണം എന്താ? ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലോ, അന്ന് ബാക്ടീരിയൽ, അന്ന് പെൻസിലിനോ ആന്റിബയോട്ടിക്സോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാനമാണ് എന്ന് ധരിച്ചിരുന്ന ഒരു സമയമാണ് മെഡിസിൻ 1.0. പിന്നെ സംഭവിച്ചത് എന്താണ്? പതുക്കെ മറ്റേ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു, ലൈറ്റ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു, ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചു, പെൻസിലിൻ കണ്ടുപിടിക്കുന്നു, സാനിറ്റേഷൻ വന്നു. പണ്ട് കാലത്ത് സാനിറ്റേഷൻ പോലും എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഡെത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ സാനിറ്റേഷൻ വന്നു, ഡിസ്ഇൻഫെക്റ്റൻസ് എന്താണ് എന്ന് പഠിച്ചു, ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ക്യൂർ ചെയ്യണം എന്ന് പഠിച്ചു. പതിയെ പതിയെ സയൻസ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സയൻസ് എന്ന് പറയുന്ന മെത്തഡോളജി എന്താന്ന് മനസ്സിലായോ? അതായത് ഞാനിപ്പോ ഒരു കാര്യം കണ്ടു, ആ കണ്ടതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഹൈപ്പോതെസിസ് പറയുകയാണ്. ഓ, ഇത് ചെയ്താൽ ഇങ്ങനെ ആവും അല്ലെങ്കിൽ ഇങ്ങനെ ആയേക്കാം. അതെന്റെ ഒരു ഹൈപ്പോതെസിസ് ആണ്, അത് പ്രൂവ്ഡ് അല്ല. ആ ഹൈപ്പോതെസിസിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന കുറച്ച് ടെസ്റ്റുകൾ റൺ ചെയ്യും. ടെസ്റ്റ് റൺ ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിച്ച സൊല്യൂഷൻ തന്നെയാണോ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പം കിട്ടുന്നത് എന്ന് നോക്കും. ആ സൊല്യൂഷനും വിചാരിച്ചിരുന്ന സൊല്യൂഷനും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ ഹൈപ്പോതെസിസ് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഈ ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ അത് എല്ലാവരിലും ഈ കാര്യം ചെയ്താൽ ഈ ബെനിഫിറ്റ് കിട്ടണം എന്ന് പറയുന്നതാണ് ഒരു സയന്റിഫിക് മെത്തഡോളജി. അത് ശരിക്കും വന്നത് മെഡിസിൻ 2.0 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ 2.0 വന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ പ്രഗ്നന്റ് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കണോ നമുക്ക്? അയ്യോ, ഞാൻ ഇനി പ്രഗ്നന്റ് ആയാൽ 30 വയസ്സിൽ മരിക്കും എന്നുള്ളൊരു പേടിയുണ്ടോ ഈ സമയത്ത്? അല്ലെ, ഇന്ന് ആരെങ്കിലും അങ്ങനത്തെ ഒരു ഭീതിയിലാണോ ജീവിക്കുന്നത്? അല്ല. ഒരു ഇൻഫെക്ഷസ് ഡിസീസസ് വന്നാലോ, ഒരു പനിയോ ഫ്ലൂവോ വൈറൽ ഇൻഫെക്ഷൻസോ വന്നാലോ ഞാൻ മരിച്ചു പോകുന്നുള്ളൊരു ഭീതി ഉണ്ടോ ഇന്ന്? ഇല്ല. ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ മെഡിസിൻ 1.0 അങ്ങനെ ആയിരുന്നില്ല.
ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പല കുടുംബത്തിലെയും പകുതി കൂടുതൽ അംഗങ്ങൾ ചിലപ്പോൾ മരിക്കാനുള്ള സാധ്യതകൾ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം. പ്ലേഗ് വന്ന സമയത്ത് എത്രയോ ആൾക്കാർക്ക് അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് അല്ലെങ്കിൽ മെഡിസിൻ 2.0 സംഭവിച്ചത് ഈ പറയുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസസും കമ്മ്യൂണിക്കബിൾ ഡിസീസസും ചൈൽഡ് മോർട്ടാലിറ്റിയും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കൺട്രോൾ ചെയ്യാൻ പറ്റി. സോ ദിസ് ഇസ് ബിൻ എ ബൂൺ ടു മാൻ. ഈ മെഡിസിൻ 2.0 വന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എത്രയാണ്? 70 to 80 ആണ് ഇന്നത്തെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി. മെയിൽസിന് അപ്രോക്സിമേറ്റ്ലി ലേറ്റ് 70s ഫീമെയിൽസിന് 80s ആണ് ഇന്നത്തെ ലൈഫ് എക്സ്പെക്ടൻസി. അത് വന്നതിന്റെ ഒറ്റ കാരണം ഈ ഇൻവെൻഷൻസ് ഓഫ് മെഡിക്കേഷൻസും സാനിറ്റേഷനും മൈക്രോസ്കോപ്പും ഈ പ്രൊസീജിയേഴ്സും ഒക്കെയാണ്. അല്ല, ഇന്നൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ യു ഹാവ് നോ കൺസേൺ. കാരണം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിയുക, സ്കാൻ ചെയ്യുക, ആ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ടെക്നോളജി അഡ്വാൻസ് സോ മച്ച് ദാറ്റ് വി വർ ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻ. കറക്റ്റ്? ദിസ് ഇസ് 2.0. പക്ഷെ മെഡിസിൻ 2.0നും ചെറിയ ചെറിയ ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരു ഏരിയാസ് ഓഫ് ഡ്രോബാക്ക്. ആ ഏരിയാസ് ഓഫ് ഡ്രോബാക്ക് മോസ്റ്റ്ലി ഹാപ്പൻഡ് ഇൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അതായത് പല ആൾക്കാർക്കും ഇന്ന് മരണകാരണം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. അവിടെ മെഡിസിൻ 2.0ക്ക് മുഴുവനായിട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് മെഡിസിൻ 3.0 വന്നത്. ഈ മെഡിസിൻ 2.0 വന്ന സമയത്ത് മെഡിസിൻ 1.0നെ മുഴുവനായിട്ട് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. പണ്ടത്തെ രീതികളൊന്നും അല്ല ഇന്ന്. മെഡിസിൻ 2.0 ഒന്നും ഇന്ന് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. പക്ഷെ മെഡിസിൻ 2.0 മാത്രം പോരാ. ഇന്ന് ആൾക്കാരുടെ ആരോഗ്യം നന്നാക്കണമെങ്കിൽ, രോഗങ്ങൾ മാറ്റിവെക്കണമെങ്കിൽ മെഡിസിൻ 2.0 മതി. പക്ഷെ അതുകൊണ്ട് ആരോഗ്യം കൊണ്ടുവരാന്നുള്ളത് കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മെഡിസിൻ 3.0നെ പറ്റി പറയുന്നത്. ഓക്കെ, മെഡിസിൻ 3.0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിസിൻ 2.0നെ റീപ്ലേസ് ചെയ്യാനല്ല, മെഡിസിൻ 2.0നെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് മെഡിസിൻ 3.0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിസിൻ 3.0ന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒന്ന്, മനുഷ്യന്റെ ലൈഫ് സ്പാൻ കൂടിയെന്ന് ഞാൻ പറഞ്ഞു. എത്ര വയസ്സായി? 70ഉം 80ഉം വയസ്സായി. പക്ഷെ ലൈഫ് സ്പാനെ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഹെൽത്ത് സ്പാൻ. കേട്ടിട്ടുണ്ടോ? ഇന്ന് പല ആൾക്കാരും 70 80 വരെ ജീവിക്കും. പക്ഷെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഇല്ല, ജീവിക്കലൊന്നും ഇല്ല, അല്ലേ? എഴഞ്ഞു നീക്കുക എന്നുള്ളതാണ്. വെന്റിലേറ്റർ ആയാലും നമുക്ക് എന്ത് ചെയ്യാം? ജീവിക്കാം. സോ ലൈഫ് സ്പാൻ കൂടിയെങ്കിൽ പോലും ഹെൽത്ത് സ്പാൻ വേണ്ടത്ര രീതിയിൽ ഇല്ല. അതായത് ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് ഇന്ന് ഡയബറ്റിസ് ഉണ്ട് എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതം ഉണ്ടോ? ഒരു അത്ഭുതവും ഇല്ല. എന്റെ ക്ലിനിക്കിൽ എല്ലാ ആഴ്ചയും ഒരു 28 29 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റ് വരും. അവർക്കും വലിയ അത്ഭുതവും പേടിയൊന്നുമില്ല. കാരണം എന്താ? അപ്പുറത്തെ വീട്ടിലെ ആൾക്കും ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് ഉണ്ടായാലും എന്താ, മരുന്നുകൾ ഉണ്ടല്ലോ. ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് അബ്നോർമൽ ആവുന്നതിൽ വലിയ അത്ഭുതം ഉണ്ടോ? ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്ന് പറയും, കുഴപ്പമില്ല, വരുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ട്. സോ ഇന്ന് സംഭവിച്ചത് ലൈഫ് സ്പാൻ കൂടിയെങ്കിൽ പോലും ഹെൽത്ത് സ്പാൻ കുറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്നത്തെ മരണകാരണങ്ങൾ കൂടുതലും ജീവിതശൈലി രോഗങ്ങളാണ്. മെഡിസിൻ 3.0ന്റെ ഒബ്ജക്റ്റീവിൽ ഒന്ന്, ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രിവെന്റിങ് റാദർ ദാൻ ട്രീറ്റിംഗ്. അതായത് ഡയബറ്റിസ് വന്ന് അല്ലെങ്കിൽ ഒരു കാർഡിയാക് ഇഷ്യൂ വന്ന് അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, എന്നാൽ അത് ചെയ്യുന്നതല്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. Then treating chronic diseases by acting early, by acting aggressively and tailoring the therapies to the individuals based on available evidence. ഇന്ന് ഒരു ഡയബറ്റിക് പേഷ്യന്റിന് പല പല ട്രീറ്റ്മെന്റുകളാണോ? ഇല്ല. പോവുക, HbA1c നോക്കുക, അതിനനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ കുറെ മെഡിക്കേഷൻസ് കൊടുക്കുക. അപ്പൊ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം ഫോളോ ചെയ്യുന്നത് ഒരേ ടൈപ്പ് ഒരു ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാമത് മെഡിസിൻ 3.0ന്റെ ഞാൻ പറഞ്ഞതുപോലെ ലൈഫ് സ്പാനോടൊപ്പം തന്നെ ഹെൽത്ത് സ്പാൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് മെഡിസിൻ 3.0. അപ്പൊ ഇത് ഞാൻ ആദ്യമേ പറയാൻ കാരണം, പല ആൾക്കാരും ഇന്ന് ഒരു ഫണ്ടമെന്റലിസ്റ്റ് ബിലീഫോടുകൂടി എല്ലാം ഞാൻ മരുന്നേ കഴിക്കില്ല, എനിക്ക് മരുന്നുകളോട് താല്പര്യമില്ല, ഞാൻ എങ്ങനെയെങ്കിലും
ഭക്ഷണം കഴിച്ച് മാറ്റിക്കോളാം എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മരുന്നുകൾ എടുക്കുകയും ആ മരുന്നുകൾ എടുത്തുകൊണ്ടുകൂടി തന്നെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി പതിയെങ്കിൽ പോലും ഈ മരുന്നുകളുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതായിരിക്കണം റൈറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച്. അതായത് നമ്മുടെ അടുത്തൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അടുത്ത് വരുന്ന എത്രയോ ക്ലയൻസ് പലപ്പോഴും അവർ നമ്മുടെ അടുത്ത് വരുന്നത് എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ വയ്യ, എങ്ങനെയെങ്കിലും ഈ രോഗം ഒന്ന് മാറ്റിത്തരണം, എന്ത് ഡയറ്റ് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വരുന്ന കുറെ ക്ലയൻസ് ഉണ്ട്. പലപ്പോഴും അവരുടെ ബ്ലഡ് മാർക്കേഴ്സ് നോക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കാണുന്നത് അവരുടെ HbA1c ലെവലൊക്കെ മേൽക്കൂരയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതശൈലിയിൽ മാത്രം വ്യത്യാസം വരുത്തിക്കൊണ്ട് ആ ഡയബറ്റീസ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റുപ്പിഡിറ്റി. ഇത്രയും അവൈലബിൾ റീസെർച്ചും ടെക്നോളജിയും ഡെവലപ്മെന്റും സയന്റിഫിക് അഡ്വാൻസ്മെന്റും വന്നിട്ട് അതൊന്നും എടുക്കാതെ ഞാൻ എൻ്റെ ആരോഗ്യം നശിപ്പിച്ചോളാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്റ്റുപ്പിഡ് ആറ്റിറ്റ്യൂഡ് ടു ടേക്ക്. അപ്പൊ അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇന്ന് ഫുഡ് ഇസ് മെഡിസിൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ ഭക്ഷണ രീതി മാറ്റുന്നതല്ല, പകരം ആ ഭക്ഷണത്തിന് എത്രത്തോളം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിനും ഹെൽത്ത് സ്പാനിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിലാണ്. അത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നൗ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. അപ്പോ എന്തിനായിരിക്കും എന്നെ ഇന്ന് ഇപ്പൊ ഒരു 500 വർഷം മുന്നേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷന് ഒരാളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഒരു ന്യൂട്രീഷനിസ്റ്റ് വരുന്നുണ്ട്, അവർ പറഞ്ഞു തരും എന്താ കഴിക്കേണ്ടത്. വേറെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടോ? പശു ന്യൂട്രീഷനിസ്റ്റിനോട് ചോദിച്ചിട്ടാണോ പുല്ല് കഴിക്കുന്നത്? സോ വാട്ട് വെന്റ് റോങ്? വൈ ഡു വി നീഡ് ഇങ്ങനത്തെ ഒരു ഇന്റർവെൻഷൻ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? ഇപ്പൊ തന്നെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മിറ്റ് നടത്തുന്നതിൽ എന്തുകൊണ്ട് ഭക്ഷണത്തിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം വന്നു? അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതിൽ എന്തോ ഒരു തെറ്റുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിലാണ്. ഓക്കെ, ഞാൻ റാൻഡം ആയിട്ട് ചോദ്യം ചോദിക്കുക. ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? ദോശ. ദോശ. ഇടിയപ്പം. പഴം പുഴുങ്ങിയത്, മുട്ട. ശരി, ഇതില് ഞാൻ ചോദിച്ചതിൽ നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണും ഇതിന്റെ അതൊക്കെ ഇപ്പൊ എന്തത്ര ചോദിക്കാനുള്ള എന്നുള്ളത് അല്ലെ? ദോശ കഴിക്കുക, ഇഡലി കഴിക്കുക, ചപ്പാത്തി കഴിക്കുക, ഇതൊക്കെ തന്നെയല്ലേ എല്ലാരും കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം എന്താണ്? ഗ്രെയിൻസ് ആണ്, ധാന്യങ്ങളാണ്. ഞാൻ അതിന്റെ നിറത്തിലോട്ട് പോകുന്നില്ല, കാരണം എനിക്ക് ഉറപ്പാണ് അതെല്ലാം നല്ല വെളുത്ത പൂ പോലത്തെ അപ്പവും ദോശയായിരിക്കും. കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ ആദ്യം നോക്കിയത് ഇവിടുത്തെ ഫുഡ് സെക്ഷനിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. 3-4 തരം ഗ്രെയിൻസ് ഉണ്ട്, അതെല്ലാം നല്ല വെളുത്ത സുന്ദരമായിട്ടുള്ള ഗ്രെയിൻസ് ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും മനുഷ്യന്മാര് ഗ്രെയിൻസ് കഴിച്ചു തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴാണ് മനുഷ്യന്മാര് ഗ്രെയിൻസ് കഴിച്ചു തുടങ്ങിയത്? മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ച നാൾ മുതൽ മനുഷ്യന്റെ ഭക്ഷണത്തിൽ ചപ്പാത്തി, നൂഡിൽസും, ഇടിയപ്പവും, ബ്രെഡും, പൊറോട്ടയും ഉണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2,50,000 വർഷമായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ റുട്ടീനിൽ ഒരു 2 ലക്ഷം വർഷത്തോളം മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഗ്രെയിൻസ് ഇല്ല. മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു 80% വർഷമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഗ്രെയിൻസ് ഇല്ല. നമ്മുടെ മനസ്സിലാണ് ഉയ്യോ എന്റെ ചപ്പാത്തി, ഉയ്യോ എന്റെ ഇഡലി, ഈ ഇഡലിയൊക്കെ ഇല്ലാതെ എങ്ങനെയാ ഞാൻ ഡയറ്റ് ചെയ്യാന്നൊക്കെ നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രെയിൻസ് എല്ലാം ദീസ് ആർ വെരി റീസെന്റ് ഇൻ അവർ ഡയറ്റ്. കാട്ടിൽ ജീവിച്ച മനുഷ്യൻ എന്താ കഴിച്ചേ? ഫ്രൂട്ട്സ്. മീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാ വന്നത്. മീറ്റ് കഴിക്കാനായിട്ട് മനുഷ്യൻ എന്ത് കണ്ടുപിടിച്ചു? ഫയർ കണ്ടുപിടിച്ചു, കുന്തം ഉണ്ടാക്കാൻ പഠിച്ചു. അതിനു മുന്നെയോ ലീവ്സ്, വെജിറ്റബിൾസ്, മണ്ണിന്റെ അടിയിൽ വളരുന്ന കിഴങ്ങ്, നട്ട്സ്, അണ്ടിവർഗ്ഗങ്ങള്, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് മനുഷ്യൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇതൊക്കെ ഹെൽത്ത് ഫുഡായത്. പണ്ട് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണങ്ങൾ മുഴുവൻ ഇതൊക്കെ തന്നെയായിരുന്നു. അതായത് മനുഷ്യൻ ജീവിച്ചതിൽ ഒരു 80% വർഷവും മനുഷ്യൻ കഴിച്ചത് ഈ പറഞ്ഞതൊക്കെയാണ്. അതിൽ ചപ്പാത്തി ഇല്ല, ഇഡലി ഇല്ല, ദോശയില്ല, നൂഡിൽസ് ഇല്ല, ബർഗർ ഇല്ല. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഗ്രെയിൻസ് കടന്നു വന്നത് എപ്പോഴായിരുന്നു എന്നറിയോ? മനുഷ്യൻ കൃഷി തുടങ്ങിയപ്പോഴായിരുന്നു. കാട്ടിൽ ജീവിച്ച മനുഷ്യന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? പ്രത്യേകിച്ചൊന്നുമില്ല. നടക്കുക, ഭക്ഷണം ശേഖരിക്കുക, നീന്തുക, മല കയറുക, സഞ്ചരിക്കുക എന്നുള്ളതല്ലാതെ അധികം എക്സേർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും മനുഷ്യന്റെ ജീവിതത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് അത്രയും കാലറി റിക്വയർമെന്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല.
കൃഷി തുടങ്ങിയപ്പോഴാണ് മനുഷ്യന് മനസ്സിലായത് ഈ പറയുന്ന പഴങ്ങളും പച്ചക്കറികളും കഴിച്ച് കൃഷി ചെയ്യാനുള്ള എനർജി അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് കഴിക്കാൻ തുടങ്ങിയത്? ഗ്രെയിൻസ് കഴിക്കാൻ തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കഴിക്കുന്ന ഗ്രെയിൻസും മനുഷ്യൻ അന്ന് കഴിച്ച ഗ്രെയിൻസിനെയും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം നമ്മളിപ്പോ അതിനെ എന്ത് ചെയ്തു? റിഫൈൻ ചെയ്ത് പ്രോസസ് ചെയ്ത് അതിലുണ്ടായിരുന്ന പോഷകങ്ങളെല്ലാം എടുത്ത് മാറ്റി. അപ്പൊ മനുഷ്യൻ അന്ന് കൃഷിപ്പണി തുടങ്ങിയത് കൊണ്ടും മനുഷ്യന്റെ അന്നത്തെ കാലറി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഗ്രെയിൻസ് കഴിച്ചു തുടങ്ങിയത്. മാത്രമല്ല അന്നത്തെ കാലത്ത് ഒരു ഫുഡ് സ്കാർസിറ്റി വരാനുള്ള ചാൻസും കൂടുതലായിരുന്നു. പല ആൾക്കാരും പറയുന്ന കേട്ടില്ലേ, വീട്ടിൽ എന്തുണ്ടാവും? പത്തായപ്പുരകൾ ഉണ്ടാവും, ഗ്രാനറീസ് ഉണ്ടാവും. കാരണം എന്താ? നാളത്തെ എന്റെ ഫ്യൂച്ചർ ജനറേഷൻ ഇനി ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭീതി ഉള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം ശേഖരിച്ചു വെക്കാൻ ധാന്യത്തിനെ പറ്റുള്ളൂ. പച്ചക്കറി സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? അധികം നാള് പോവില്ല. ഗ്രെയിൻസിന് ആ ഒരു പെറിഷബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത് എന്ത് ചെയ്യാൻ പറ്റിയത്? സൂക്ഷിച്ചു വെക്കാനും അന്നത്തെ ഫുഡ് സെക്യൂരിറ്റീനെ നല്ലോണം അത് സഹായിച്ചു. പക്ഷെ ഇന്ന് നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫുഡ് സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ഉണ്ടോ? നാളെ എന്ത് കഴിക്കാൻ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം കഴിക്കാൻ ഉണ്ടാവുമോ എന്നുള്ള ഫുഡ് സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ ആരെങ്കിലും രാവിലെ കൃഷിപ്പണി കഴിഞ്ഞിട്ടാണോ വന്നേ? ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കൃഷിപ്പണി എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും ഗ്രെയിൻസ് കഴിക്കുന്നത്? വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു റാഡിക്കൽ തോട്ടാണോ? അല്ലെ? ഇപ്പൊ ആലോചിക്കുമ്പോൾ ഡസന്റ് ഇറ്റ് മേക്ക് എ ലിറ്റിൽ സെൻസ്? അപ്പൊ മനുഷ്യന്റെ ഒരു അഗ്രികൾച്ചറൽ ഏജിൽ നിന്ന് നമ്മൾ ഇന്ന് എവിടെ എത്തി? ഇന്നത്തെ സമ്മിറ്റിൽ തന്നെ എന്താ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ? IT, AI അല്ലെ? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആണ്. അവിടെ ഫിസിക്കൽ ലേബറിന് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ എന്തിനാ ഇമ്പോർട്ടൻസ്? ബ്രെയിൻ ഹെൽത്തിനാണ്. നല്ല രീതിയിൽ ബ്രെയിൻ പ്രയോഗിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഗൂഗിളിന്റെയോ ആപ്പിളിന്റെയോ CEO ആവാം. പണ്ട് കാലത്ത് ഒരു ശരീരം അനക്കി ഒരു കാണ്ടാമൃഗം കുത്താൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു മരത്തിൽ ചാടി കയറാനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ നിങ്ങളില്ല. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമോ? ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും എന്ത് ചെയ്യും? ഒരു ബാറുണ്ട് അവിടെ. ആ ബാറിൽ കുറച്ചു നേരം ഒന്ന് തൂങ്ങി കിടക്കാൻ പറയും. പല ആൾക്കാർക്കും തൂങ്ങി കിടക്കുന്നത് പോട്ടെ, ഒന്ന് പിടിക്കാൻ പോലുമുള്ള ആരോഗ്യമില്ല. പക്ഷെ അത് അവരുടെ ജീവിതത്തിന് അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? വലുതായിട്ടൊന്നുമില്ല. നിങ്ങൾ രാവിലെ കോളേജിന് വരുന്നതിന് മുന്നേ 10 പുഷപ്പ് എടുത്താലേ ക്ലാസ്സിൽ കയറ്റൂന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം നന്നാവണം എന്നുള്ളത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സർവൈവൽ നീഡ് അല്ല. ഒരു കൃഷിക്കാരൻ അതൊരു സർവൈവൽ നീഡാണ്. ഇപ്പൊ തന്നെ എന്റെ അമ്മാമ്മ തന്നെ, ഷീ ഹാസ് എ ലോട്ട് ഓഫ് മസിൽസ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കാരണം ഷീ ഹാസ് ബിക്കം ഒബീസ്. പക്ഷെ ഷീ ഹാസ് എ ലോട്ട് ഓഫ് മസിൽസ്. എന്തുകൊണ്ടാ? വിറക് വെട്ടും, വെള്ളം കോരും. നിങ്ങൾ ആരെങ്കിലും കിടത്തുനിന്ന് വെള്ളം കോരി നോക്കിയിട്ടുണ്ടോ? ആരാ നോക്കിയിട്ടുള്ളത്? നോക്കിയിട്ടുണ്ടോ? നല്ല പാടല്ലേ? ഒരു 3-4 കഴിയുമ്പോഴേക്കും അപ്പർ ബോഡിയൊക്കെ വീക്കാവും. പക്ഷെ ഇന്ന് നമുക്കത് എവിടെ പോയാലേ കിട്ടുള്ളൂ? ജിമ്മിൽ പോയി ലാറ്റ് പുൾ ചെയ്താലേ ആ സെയിം എക്സസൈസ് കിട്ടുള്ളൂ. അപ്പൊ ജനറലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി റിക്വയർമെന്റ്, വി ആർ എ വെരി സെഡന്ററി ലൈഫ് സ്റ്റൈൽ നൗ. പിന്നെ എന്തിനാ നമ്മൾക്ക് ഇത്രയും കാലറി എന്നുള്ളതാണ്. അതായത് റൈറ്റ് നൗ നമ്മൾ കഴിക്കുന്ന കാലറി റിക്വയർമെന്റ് പകുതിയുടെ പകുതി മാത്രം മതി നമ്മൾക്ക് ഇന്ന്. ദിസ് എക്സാക്ട്ലി ഇസ് ദ റീസൺ ഫോർ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ഓക്കെ, ഇപ്പൊ ഈ ഗ്രെയിൻസിനെ പറ്റി പറഞ്ഞില്ല. ഇനി കുറച്ച് ഞാൻ സയൻസ് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കും. കാരണം ഈ സയൻസ് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ആരോഗ്യത്തിൽ വ്യത്യാസം വരുത്താൻ പറ്റില്ല. എവിടെന്നോ കിട്ടിയ ഒരു സൂപ്പർ ഡയറ്റ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുടവയറ് മാറും, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5 കിലോ വെയിറ്റ് കുറയും എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ഡയറ്റിനേക്കാൾ എത്രയോ പവർഫുൾ ആണ് ഭക്ഷണത്തിനെ കുറിച്ചും ആരോഗ്യത്തിനെ കുറിച്ചും കുറച്ച് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നത് തന്നെ, ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു എഡ്യൂക്കേറ്റ് ദ ക്ലയന്റ് അബൌട്ട് വാട്ട് ഇസ് റോങ് വിത്ത് ദം. ഓക്കെ, നിങ്ങൾ രാവിലെ കഴിച്ച ചപ്പാത്തി, ഇടിയപ്പം, പൂരി, ബ്രെഡ്, ഇതിൻ്റെ അകത്തൊക്കെ എന്താണുള്ളത്? ഏറ്റവും കൂടുതലുള്ള ന്യൂട്രിയന്റ് ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായി ബ്രേക്ക് ഡൗൺ ആവും? ഗ്ലൂക്കോസ്. ഇതൊക്കെ അറിയാമോ? സയൻസ് സ്റ്റുഡൻസ് ഉണ്ടോ ഇവിടെ? കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഗ്ലൂക്കോസ് ആയി മാറും. അതായത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു ഇഡലിയിൽ നിന്ന്, ഒരു വെള്ള കളർ ഇഡലിയിൽ നിന്ന് ശരീരത്തിൽ എത്തുന്നത്
3 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമായിട്ടുള്ള ഗ്ലൂക്കോസ് ആണ്. ഞാൻ ആ ഗ്യാപ്പ് തന്നത് എന്തിനാന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഒരു വെള്ള കളർ, ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് ജെഎൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ച ഒരു ഇഡലിയിൽ നിന്ന് കിട്ടുന്നത് ഇന്ന് മിക്കവാറും എനിക്ക് ലഞ്ച് തരൂല. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആയി അത് മാറും. ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇപ്പൊ ബ്ലഡിൽ എന്തുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്. ഈ ഗ്ലൂക്കോസ് ശരിക്കും ശരീരത്തിൽ എവിടെ എത്തണം? വാട്ട് ഇസ് ദി എൻഡ് പോയിന്റ്? എവിടെയാണ് അവസാനം കൊണ്ട് എത്തിക്കുക? സെൽസിൽ എത്തിക്കണം. അപ്പോൾ ബ്ലഡിൽ നിന്ന് സെൽസിലോട്ട് എത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ. ഈ ബ്ലഡിൽ നിന്ന് സെൽസിലോട്ട് കൊണ്ടുപോകുന്നത് ആരാ? ഇത് പറയുന്ന ആൾക്ക് ഗിഫ്റ്റ് തരാം. ഇൻസുലിൻ. അതാരാ പറഞ്ഞേ? ഗുഡ്. ഓക്കെ, ഓർത്തോണേ ഗിഫ്റ്റ്. ഓക്കെ, സോ ഈ ബ്ലഡിൽ കിടക്കുന്ന ഇൻസുലിനെ ശരീരത്തിന്റെ ഓരോ കോശത്തിന്റെ അകത്തോട്ടും കൊണ്ട് എത്തിക്കുന്ന ഒരു ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ആരാ? പാൻക്രിയാസ്. അപ്പൊ ബ്ലഡിൽ ഗ്ലൂക്കോസ് വന്നാൽ ഉടനെ തന്നെ ബ്രെയിൻ പറയും പാൻക്രിയാസിനോട്, ഗ്ലൂക്കോസ് വന്നിട്ടുണ്ട്, പോയി കോശത്തിന്റെ അകത്തോട്ട് സെൽസിലോട്ട് കയറ്റുക എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? ഇൻസുലിൻ നടന്ന് ബ്ലഡിലോട്ട് വരും. ബ്ലഡിലോട്ട് വന്നിട്ട് ഇൻസുലിൻ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. ആ സെൽസിൽ ഇരിക്കുന്ന ഒരു പൂട്ട് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇൻസുലിൻ റിസെപ്റ്റർ. ഇപ്പൊ ഈ ഡോറ് തുറന്നു വരണമെങ്കിൽ അതിൻ്റെ അകത്ത് പൂട്ടിട്ട് ആ റിസെപ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം സെൽസിലുണ്ട്. ആ സെല്ലിൽ ഇരിക്കുന്ന ഇൻസുലിൻ റിസെപ്റ്ററിൽ പോയി അറ്റാച്ച് ചെയ്ത് തുറന്നാൽ മാത്രമാണ് ഈ കഴിക്കുന്ന ഗ്ലൂക്കോസിന് സെൽസിന്റെ അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ കിട്ടുള്ളൂ. ഈ പ്രോസസ് നടന്നാൽ മാത്രമേ നമ്മൾ കഴിച്ച ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉപയോഗമുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ വന്ന് ഡോറ് തുറക്കുന്ന പ്രോസസ് ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ പ്രോസസ് ഓഫ് മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ മെറ്റബോളിസം? സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ നോക്കുന്ന പോലുമില്ല. എന്താ മെറ്റബോളിസം? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഷയിൽ പല ആൾക്കാരും പറയല്ല എന്റെ മെറ്റബോളിസം ഭയങ്കര കൂടുതലാണ്, കഴിച്ചാൽ ശരീരത്തിൽ കാണില്ല. മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര നന്നായി നമ്മുടെ ശരീരത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു, അതാണ് മെറ്റബോളിസം. ഈ ഇൻസുലിൻ ഈ പൂട്ട് തുറക്കുന്നതിന്റെ എഫിഷ്യൻസി ആശ്രയിച്ചിരിക്കും നമ്മുടെ മെറ്റബോളിസം. ഓക്കെ, സംഭവിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും? രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 3, 4, 5 നേരം കഴിക്കുന്ന ഭക്ഷണം എന്താ? നേരത്തെ പറഞ്ഞ വെള്ള കളറിലെ ഇഡലി, ദോശ, പുട്ട്, ചപ്പാത്തി. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഹെൽത്തി ആവാൻ ചിലപ്പോൾ ഓട്സ് കഴിക്കും. ഓട്സ് ഇതെല്ലാം എന്ത് ചെയ്യും? ഒരു ഡാം തുറന്ന് വിട്ടതുപോലെ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിലോട്ട് ഇരച്ചു കയറും. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് എത്തിയാൽ ഉടനെ ആര് വരണം? ഇൻസുലിൻ വരണം പണിയെടുക്കാൻ. ഈ ഇൻസുലിൻ വന്ന് രാവിലെ തൊട്ട് പണി തുടങ്ങും. പണി ഒന്ന് സൈഡ് ആവുമ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് ആയി. അപ്പൊ എന്തായി? ദാ വരുന്ന കുറെ പാലക്കാടൻ മട്ടയരിയുടെ ചോറ്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, ജാസ്മിൻ റൈസ്, ബസ്മതി റൈസ് ഒക്കെ കഴിക്കുള്ളൂ. അതും എന്ത് തന്നെയാണ്? ഗ്ലൂക്കോസ് തന്നെയാണ്. പിന്നെയും ദാ കുറെ ഗ്ലൂക്കോസ്. അപ്പൊ പിന്നെയും ആര് പണിയെടുക്കണം? ഇൻസുലിൻ പണിയെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ വൈകിട്ടാകുമ്പോ എന്ത് കുടിക്കും നമ്മള്? വിത്തൗട്ട് ആണ്, പക്ഷെ പാൽ ചായ തന്നെ വേണം. ആ പാലിൽ എന്തുണ്ട്? ഇതിപ്പോ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളതാണ്. പാലിലും നിറച്ച് പഞ്ചസാരയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ ഇപ്പൊ ഈ ഡോറ് തന്നെ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തുറക്കുക അടയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ആ എഫിഷ്യൻസി പോകും, അല്ലെ? ദ സെയിം തിങ് ഹാപ്പൻസ് ടു അവർ ഇൻസുലിൻ. കാരണം പണിയെടുത്ത് ഇൻസുലിൻ പറയും ഇനി എനിക്ക് പണിയെടുക്കാൻ വയ്യ. ഈ ഒരു കണ്ടീഷന് പറയുന്നതാണ്, ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഇതിന് പറയുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ഇൻസുലിൻ സൈഡ് ഇനി ഞാൻ പണിയെടുക്കൂല, എത്ര നേരം നിങ്ങൾ ഈ ഗ്ലൂക്കോസ് എടുത്ത് തരുന്നത്, എനിക്ക് ഇനി പണിയെടുക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ഇന്ന് നമ്മൾ കാണുന്ന ജീവിതശൈലി രോഗങ്ങളെല്ലാം വരുന്നതിന് ഒരു 10-15 വർഷം മുന്നേ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അതിന് പറയുന്ന ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയും. പല ആൾക്കാരും ഇത് ടെസ്റ്റ് ചെയ്താൽ തന്നെ ഇതെന്താണ്, ഇതിന്റെ വാല്യൂ കറക്റ്റ് എന്താണ്, റേഞ്ച് എന്താണ് എന്നുള്ളത് അറിയില്ല. കാരണം
രോഗം വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? വന്നിട്ട് ചികിത്സിച്ചാ പോരെ? നല്ല അളവിൽ വേണ്ട ശരീരത്തിൽ ഇൻസുലിൻ 5-നും 7-നും ഇടയിലാണ്. ആരെങ്കിലും ഒന്ന് എഴുതിയെടുക്ക്, ഇത് നിങ്ങളോട് വേറെ ആരും പറഞ്ഞു തരൂല. പലപ്പോഴും ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിലെ റേഞ്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 25-ന് താഴെ വരെ ഒരു കുഴപ്പമില്ല എന്ന് ബ്ലഡ് ടെസ്റ്റിൽ എഴുതും. പക്ഷെ നിങ്ങൾ പോകുന്ന വഴി തെറ്റിത്തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണ് ഒരു 7-ന് മുകളിലോട്ട് ബ്ലഡിൽ ഇൻസുലിന്റെ അളവ് കൂടുന്നതിന്റെ കാരണം. കാരണം എന്താ? ഉള്ള ഇൻസുലിൻ പണിയെടുക്കാതെ പാൻക്രിയാസ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കി ഇപ്പൊ ബ്ലഡിൽ അനാഥപ്രേതം പോലെ ഇൻസുലിൻ ഇങ്ങനെ കറങ്ങി നടക്കും. ഈ അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് നമുക്ക് വലിയ പേടിയൊന്നും ആവുന്നില്ല, അല്ലെ? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇപ്പൊ ഉണ്ടായാൽ എന്താ? പക്ഷെ ഇത് നമ്മളെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നത് ഒരു വോൾക്കാനോന്റെ മുകളിലാണ് എന്ന് പറയാം. ആ വോൾക്കാനോന്റെ പേരാണ് മെറ്റബോളിക് കാറ്റാസ്ട്രോഫി. ഇപ്പൊ പൊട്ടിത്തെറിക്കാൻ പോകുന്ന കുറെ രോഗങ്ങളാണ്. ഇപ്പൊ ഈ രോഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഓരോന്നായി ഒന്ന് വായിക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഞാനിപ്പോ പറഞ്ഞു. സ്ലീപ്പ് ആപ്നിയ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇപ്പൊ രാത്രി ഉറങ്ങാൻ പറ്റാറുണ്ടോ? എന്തുകൊണ്ടാ? കൂർക്കം വലി. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുടെ കൂർക്കം വലി. നമ്മൾ പറയുന്നത് കൂർക്കം വലി ഓരോ ആൾക്കാരുടെ സ്വഭാവത്തിന്റെ രീതികളാണ് അല്ല, അതൊരു മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജനേഷൻ നടക്കാത്തത് കൊണ്ടും ഈ ശരീരത്തിലെ പല ഓക്സിജൻ എത്തിക്കേണ്ട കാപ്പിലറീസും ആർട്ടറീസും ബ്ലോക്ക് ആയതുകൊണ്ട് ഉണ്ടാവുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൊണ്ടാണ് സ്നോറിങ് ഉണ്ടാവുന്നത്. എത്തീറോസ്ക്ലീറോസിസ് കേട്ടിട്ടുണ്ടോ? പ്ലാക്ക്, ബ്ലഡ് വെസൽസിലൊക്കെ പ്ലാക്ക് വന്നിട്ട് ബ്ലോക്ക് ഉണ്ടാവുക, സ്ട്രോക്ക് വരിക, ബ്രെയിനിലോട്ട് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ സ്ട്രോക്ക് വരിക. പല ആൾക്കാരും സ്ട്രോക്ക് വരുന്നത് അറിയാറ് പോലും ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയുന്നത് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഒബീസിറ്റി കേട്ടിട്ടുണ്ടോ? അമിതവണ്ണം. പല ആൾക്കാർക്കും മനസ്സിലാവാത്തൊരു കാരണം, ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഇൻസുലിന്റെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്, ഇൻസുലിൻ എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലമേറ്ററി ഹോർമോൺ ആണ്. അതായത് ഇൻസുലിൻ ബ്ലഡിൽ കിടന്നു കഴിഞ്ഞാൽ ശരീരം വിചാരിക്കുന്നത് എന്തോ ഒരു എമർജൻസി വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ശരീരം എന്ത് ചെയ്യും? കുറേ ഫാറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇൻസുലിൻ ഇസ് എ ഫാറ്റ് പ്രൊഡ്യൂസിങ് ഹോർമോൺ. ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവൈവൽ മെക്കാനിസത്തിന് വേണ്ടി ചെയ്യുകയാണ്. കാരണം എന്തോ എമർജൻസി ഉണ്ട്, ഫാറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അമിതമായി ബ്ലഡിൽ ഇൻസുലിൻ കിടന്നു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ ലോട്ട് ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ എവറി പാർട്ട് ഓഫ് ദ ബോഡി. പല ആൾക്കാരും പറയുന്ന കേട്ടില്ല, ഞാൻ പട്ടിണി കിടന്നിട്ട് പോലും തടി കുറയുന്നില്ല എന്നുള്ളത്. ഇറ്റ് പ്രോബബ്ലി ഈസ് ബിക്കോസ് അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. ബ്ലഡ് പ്രഷർ അല്ലെ? നിങ്ങളുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ പേരൻസോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടാവില്ലേ? ആരുമില്ല. ഇറ്റ്സ് എ വെരി കോമൺ ഡിസീസ്. ഇറ്റ് ഇസ് എ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ. ഡിപ്രഷൻ എന്താ ഇവിടെ? അത് ഇവിടെ വരേണ്ടതല്ലല്ലോ, അത് വേറെന്തോ ഒരു പ്രശ്നമല്ലേ? അല്ല. ബ്രെയിനിൽ ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് കിട്ടാത്ത അവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി. ഇന്നത്തെ എത്രയോ അമ്മമാരുടെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ ഒരു ശ്രദ്ധയില്ല, അവന് ADHD ഉണ്ട് എന്ന് തോന്നുന്നു, ഒരു വാക്കും കൂടെ കിട്ടി. എല്ലാ അമ്മമാർക്കും ഉള്ളൊരു കംപ്ലൈന്റ്, കുട്ടിക്ക് ADHD, അതാ അവൻ പഠിക്കാത്ത. പല ആൾക്കാർക്കും ഭക്ഷണത്തിൽ ഈ പറയുന്ന അമിതമായിട്ടുള്ള ഷുഗർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ ചെന്നുണ്ടാവുന്ന പ്രശ്നത്തിൽ ഒന്നാണ് ADHDയും ഈ പറയുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഇഷ്യൂസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, മൂഡ് സ്വിങ്സ്, പലതും. ഗട്ട് ഡിസ്ഫങ്ഷൻസ്, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ഇതൊക്കെ ചെറുത്. IBS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇറിറ്റബിൾ ബവൽ ഡിസോർഡർ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ബാത്റൂമിൽ പോകാൻ തോന്നുക. പല ആൾക്കാർക്കും അതൊരു രോഗമാണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. IBD, ലീക്കി ഗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സീരിയസ് ആയിട്ടുള്ള ഗട്ട് ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. എൻഡോമെട്രിയോസിസ്, PCOD, ഫൈബ്രോയിഡ്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? PCOD, ഫൈബ്രോയിഡ്സ്, യൂട്രൈൻ, ഇവിടെ തന്നെ. ദീസ് ആർ ഓൾ, ഇതൊക്കെ ഒരേ അംബ്രലയിൽ വരുന്ന രോഗങ്ങളാണ്. നമ്മുടെ മനസ്സിലാണ് ഡയബറ്റിസ് എൻഡോക്രിനോളജിസ്റ്റ് നോക്കും, PCOD ഗൈനക്കോളജിസ്റ്റ് നോക്കും, ഡിപ്രഷൻ സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ നോക്കും. പക്ഷെ ഇതിന്റെ എല്ലാം രോഗകാരണത്തിൽ ഒന്ന് ഈ പറയുന്ന മെറ്റബോളിസം തകരാറിലാവുന്നതാണ്. അതായത് ഡിപ്രഷൻ വന്നാൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണ്ടെന്നോ ഡയബറ്റോളജിസ്റ്റിനെ കാണണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്.
ഇതിന്റെ രോഗകാരണങ്ങളെ കൂടി മനസ്സിലാക്കി അതിനെയും കൂടി അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ജീവിതശൈലി മാറ്റം വരുത്താതെ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്തു കടക്കാൻ കഴിയില്ല. മാനേജ് ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ളതേ സാധിക്കും. ഓക്കെ, ഹാർട്ട് ഡിസീസസ്, ഇൻഫെർട്ടിലിറ്റി, അൽഷിമേഴ്സ് കേട്ടിട്ടുണ്ടോ? ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, ഫാറ്റി ലിവർ. ഇന്ന് ഫാറ്റി ലിവർ ഒക്കെ നമ്മുടെ പേരിന്റെ ഒരു അപ്പുറത്തെ അക്ഷരമായിട്ടാ പറയുന്നത്. ഫാറ്റി ലിവർ ഉണ്ട്, എന്താ ഇപ്പൊ കൂടപ്പുറപ്പിനെ പോലെയാ കൊണ്ടു കിടക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ്. നമ്മൾ ട്രാഫിക് റോഡിൽ പോകുന്ന സമയത്ത്, പച്ചയായിരിക്കുന്ന സമയത്ത് നമുക്ക് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താ? പച്ചയായാൽ വേറെ ആൾക്കാർ വന്ന് ഇടിക്കില്ല എന്നറിയാം. പക്ഷെ ഓറഞ്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അടുത്തത് റെഡ് വരും. സോ സൂക്ഷിച്ച് പോകുക എന്നുള്ളതാണ്. ഇവിടെയാണ് പല ആൾക്കാരും ആ ഓറഞ്ച് ആവുന്ന സ്ഥലം അറിയാറില്ല. പല ആൾക്കാരും ചുവപ്പായി അങ്ങ് അറ്റയറ്റം എത്തി ഒരു നിവർത്തിയുമില്ലാത്തൊരവസ്ഥയിലാണ് പല ആൾക്കാരും ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ കഴിക്കുന്ന 3 നേരത്തെ ഗ്രെയിൻസിന് ഇനി നാളെ മുതൽ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. പല ആൾക്കാരും ഇത് പറയുന്ന സമയത്ത് അയ്യോ അപ്പൊ ഇനി എന്ത് കഴിക്കും? ഇവിടെ മുട്ടയും പഴവും കഴിച്ചുകൊണ്ടൊരു സമാധാനമുണ്ട്, ഗ്രെയിൻസ് ഇല്ല. അപ്പൊ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും നാളെ മുതൽ എനിക്ക് എന്തൊക്കെ എന്റെ ഭക്ഷണത്തിൽ വ്യത്യാസം വരുത്താം എന്നുള്ളതാണ്. സോ വാട്ട് കെൻ ഐ ഡു നൗ? അപ്പൊ അവിടെ ഓണസ്റ്റ്ലി എനിക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് സജഷൻസ് തരണം എന്നുള്ളതാണ്. കുറച്ച് ഇനി സയൻസ് പറഞ്ഞു, ഇനി നാളെ മുതൽ എനിക്ക് എന്ത് ചെയ്യാം എന്ന് പറയാന്നല്ലേ നിങ്ങളുടെ മനസ്സിലിപ്പോ തോന്നുന്നത്. ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഭക്ഷണത്തിലെ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നന്നായി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഹാർമണിയിൽ വരുന്ന ഞാൻ ഹാർമണിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ 5 വർഷത്തില് എത്രയോ ക്ലയൻസിന് സമയമെടുത്ത് പഠിപ്പിച്ച് നമ്മൾ ഒരു 1G എന്നുള്ളൊരു ഫിലോസഫിയിലോട്ട് അവരെ കൊണ്ടുവരും. എന്തായിരിക്കും ഈ G? ക്ലോസ് G. ഇത്രയും നേരം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഗ്രീൻ. ദിവസത്തിൽ ഒരു നേരം ധാന്യം കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 3 നേരം ധാന്യം കഴിച്ചിട്ട് ഒരു കൃഷിക്കാരനെ പോലെ പണിയെടുക്കുക. നിങ്ങൾ പണിയും എടുക്കൂല, എനിക്ക് 3 നേരം ചപ്പാത്തി ഇഡ്ഡലിയും വേണം എന്ന് വാശി പിടിക്കുന്നത് മണ്ടത്തരമാണ്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും എന്താണെന്നറിയോ ഒരു അത്ഭുതം തോന്നാത്തത്? കാരണം എന്താ? അപ്പുറത്തിരിക്കുന്നവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവന് ചപ്പാത്തി കഴിച്ചേ, ഇപ്പുറത്തിരിക്കുന്നവൻ ഇഡ്ഡലി. ഇപ്പൊ നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ ആദ്യം എന്താ ചെയ്യാ? അപ്പുറത്തെ വീട്ടിൽ നോക്കും, അവിടെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കറണ്ട് പോയല്ലോ, അപ്പൊ നമുക്കൊരു സമാധാനം കിട്ടും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാവരും തന്നെ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അത് നന്നായിരിക്കണമെന്ന് ഇല്ല. ഓക്കെ, ഫസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് പതിയെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ധാന്യത്തിന്റെ അളവ് കുറയ്ക്കും. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടോ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടോ ചെറുപ്പം തൊട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ശീലത്തിലായി പോയി. പക്ഷെ ഇന്ന് ഞാൻ അതിന്റെ സയൻസും അതിന്റെ സിംപ്ലിസിറ്റിയും മനസ്സിലാക്കി ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്റെ ക്ലിനിക്കിലോട്ട് വരുന്ന ക്ലയൻസിനെ ഐ ട്രെയിൻ ദം ടു സ്ലോലി ഷിഫ്റ്റ് ടു എ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്. ഇസ് ഇറ്റ് ഈസി? ഇറ്റ് ഈസ് നോട്ട് ഈസി. You can change a person's career but not their eating. കാരണം മനുഷ്യന് ഭക്ഷണത്തിനോടുള്ള പങ്കാളിയേക്കാൾ കൂടുതൽ അടുപ്പവും അട്രാക്ഷനും റിലേഷൻഷിപ്പും ഭക്ഷണത്തിനോടാണ്. അത്ര സ്ട്രോങ് റിലേഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒരു ഓർമ്മ തരുന്ന ഒരു ഭക്ഷണം? ഒരു കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്റെ അമ്മൂമ്മ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അമ്മൂമ്മയുടെ വീട്ടിൽ പോയാൽ കിട്ടുന്നതാണ്. സോ ഫുഡ് ഹാസ് എ വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് us. You can't easily change that. എന്റെ ക്ലിനിക്കിൽ വരുന്ന എത്രയോ ക്ലയൻസ് പറയുന്നറിയോ, പല സ്ഥലത്തും പോയി മടുത്തിട്ടൊക്കെയാണ് പല ആൾക്കാരും വരുന്നത്. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഒരു ഡയറ്ററി ചാർട്ട് കിട്ടും. രാവിലെ 2 ഇഡ്ഡലി വിത്തൗട്ട് ചായ, ചമ്മന്തി. 3 ഇഡ്ഡലി ആണെങ്കിൽ 2 ഇഡ്ഡലിയായി കുറയ്ക്കാൻ പറയും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് അളവ് കുറയ്ക്കാൻ പറയും. പക്ഷെ എത്ര നാൾ ഒരു പേപ്പറിൽ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നു? വേറെ ആരെങ്കിലും ആണോ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം പറഞ്ഞു തരേണ്ടത്? അപ്പൊ നേരത്തെ പശുവിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ പശു കഴിക്കുന്ന എന്താന്ന് തീരുമാനിക്കുന്നത് നമ്മളായി മാറി. പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്ത് കഴിക്കണം എന്ന് ഫണ്ടമെന്റലി തീരുമാനിക്കേണ്ടത് ആരാ? അത് ഏതോ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണോ? ഇപ്പൊ 2-3 ക്ലയൻസ് പറഞ്ഞിട്ടുണ്ട്
അവര് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലോ എവിടെ എത്തിയൊക്കെയോ ന്യൂട്രീഷനിസ്റ്റിനെ പോയി കണ്ടു. അവര് ബ്രേക്ക്ഫാസ്റ്റിന് എഴുതി തന്നത് പോഹ. ഈ പോഹ എന്താന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ ഇത് കഴിക്കുക? അപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത് റിലേറ്റബിൾ ആയിട്ടുള്ള, കണ്ടാൽ കഴിക്കാൻ തോന്നുന്ന ഒരു സാധനമല്ല എന്നുണ്ടെങ്കിൽ എത്ര ന്യൂട്രീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു പോഷകമുണ്ട്. ഇത് പറയുന്ന ആൾക്ക് അടുത്ത ഗിഫ്റ്റ്. ആരാ പറഞ്ഞേ? നിങ്ങളെല്ലാം ഞാൻ ടീമിൽ എടുക്കുന്നുണ്ട്. മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഏറ്റവും ആദ്യം വരേണ്ട പോഷകത്തിന്റെ പേരാണ് ഫൈബർ, നാരുകൾ. അപ്പൊ അടുത്ത ചോദ്യം എന്തിനാ ഈ നാരുകൾ എന്നുള്ളതാണ്. മനുഷ്യന്റെ ദഹനവ്യൂഹത്തിന്റെ നീളം അറിയാമോ? ഇത് പറഞ്ഞിട്ട് എന്തിനാ? മനുഷ്യന്റെ ദഹനവ്യൂഹത്തിന്റെ നീളം 30 അടിയാണ്. 30 അടി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആവറേജ് ഹൈറ്റ് എത്രയാ? 6 അടി നീളമുള്ള മനുഷ്യന്റെ ദഹനവ്യൂഹത്തിന്റെ നീളം 30 അടിയാണ്. അതായത് ഇവിടെ നിന്ന് വെച്ചാൽ ഇവിടെ പോലും തീരില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് ഒരു കടുവയുടെയോ പുലിയുടെയോ ദഹനവ്യൂഹം എടുത്തു കഴിഞ്ഞാൽ വെറും 10 അടിയൊക്കെ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും നീളം കൂടിയ ദഹനവ്യൂഹം? ഞാൻ നേരത്തെ പറഞ്ഞ കാട്ടിൽ ജീവിച്ച മനുഷ്യൻ കഴിച്ചത് പച്ചക്കറികളും ഇലക്കറികളും അണ്ടിവർഗ്ഗങ്ങളും പഴങ്ങളുമാണ്. അതിലൊക്കെ എന്തുണ്ട്? ഫൈബർ ഉണ്ട്. ഈ ഫൈബർ എന്ന് പറയുന്ന വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. അതിനെ ദഹനവ്യൂഹത്തിൽ പിടിച്ചു നിർത്തണമെങ്കിൽ കുറെ ഹോൾഡിംഗ് സ്പേസ് വേണം. ഇതുകൊണ്ടാണ് മനുഷ്യന്റെ ദഹനവ്യൂഹം ഇത്രയും നീളത്തിൽ എവല്യൂഷണറി ഉണ്ടായി വന്നത്. ഇപ്പോ നിങ്ങളുടെ മുന്നിലൂടെ ഒരു കോഴി ഓടിപ്പോയാൽ നിങ്ങൾക്ക് അതിനെ കണ്ടാൽ കഴിക്കാനുള്ള ഒരു സലൈവയോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിശപ്പോ തോന്നുമോ? തോന്നില്ല. അത് വിശപ്പ് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ കഴിക്കാൻ പറ്റുന്ന കോലത്തിലോട്ട് മാറ്റിയെടുക്കണം. ഞാനിപ്പോ കുറച്ച് പച്ച നെല്ല് കാണിച്ചാൽ, റോ റൈസ് കാണിച്ചാൽ നിങ്ങൾക്ക് അത് കഴിക്കാനുള്ള ഒരു ആപ്പറ്റൈറ്റ് വരുമോ? ഇല്ല. വൈ? ബിരിയാണി ആവണം. ദാറ്റ് ഈസ് ബിക്കോസ് യുവർ ബയോളജി ഡസൻ അണ്ടർസ്റ്റാൻഡ് ദ hen or the grain. ഈ ധാന്യങ്ങൾ കഴിക്കുന്ന ഏതാ മൃഗം? കോഴി. കോഴി എന്തുകൊണ്ടാ ധാന്യം കഴിക്കുന്നത്? കോഴിക്ക് ചപ്പാത്തിയും പൊറോട്ട ഇടിയപ്പം ഇഷ്ടമുള്ളതുകൊണ്ടാണോ? അല്ല. ഇറ്റ് ഈറ്റ്സ് ദ ഗ്രെയിൻ ബിക്കോസ് അതിന്റെ ദഹനവ്യൂഹത്തിൽ ഈ പറയുന്ന ധാന്യത്തിന് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓർഗൻ ഉണ്ട്. അതിനെ വിളിക്കുന്നത് ഗിസാർഡ് എന്നാണ്. മനുഷ്യന് ഗിസാർഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു? ബുദ്ധി ഉപയോഗിച്ച് ഈ ധാന്യത്തിന് നമ്മുടെ ദഹനവ്യൂഹത്തിന് കഴിക്കാൻ പറ്റുന്ന കോലത്തിലോട്ട് നമ്മുടെ ഇഡലിയായും നമ്മുടെ ഇടിയപ്പമായും പത്തിരിയുമായി അതിനെ മാറ്റിയെടുക്കാൻ ബുദ്ധി കൊണ്ട് പഠിച്ചു. അതേപോലെ തന്നെ ഒരു പട്ടിക്ക് എന്തുകൊണ്ടാണ് മീറ്റ് കഴിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഒരു കടുവയ്ക്ക് എന്തുകൊണ്ടാണ് മീറ്റ് കഴിക്കാൻ പറ്റുന്നത്? മനുഷ്യൻ ഹണ്ട് ചെയ്ത് കഴിക്കുമോ? ഇന്ന് ഇല്ല. ഒരു മൃഗം എന്തുകൊണ്ടാണ് ഹണ്ട് ചെയ്ത് കഴിക്കുന്നത്? അതിന് കൂർത്ത പല്ലുണ്ട്. ഈ പറയുന്ന പച്ചയായ മാംസം ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് ഉണ്ട്. കറക്റ്റ്. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ധാന്യത്തിനെയും മീറ്റിനെയും മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന കോലത്തിലോട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ധാന്യവും മീറ്റും കഴിക്കരുത് എന്ന് പറയാൻ അല്ല ഞാൻ പോകുന്നത്. പക്ഷെ അതിന് മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഒരു സ്ഥാനമുണ്ട്. അത് എന്ത് കഴിഞ്ഞേ വരൂ? ഫൈബർ കഴിഞ്ഞേ വരൂ. അതായത് ഹ്യൂമൻ പ്ലേറ്റ് സപ്പോസ് ടു ബി 60% ഫൈബർ. ഞാൻ ഇനി കുറച്ച് നമ്മുടെ കോമൺ ഫുഡ് പ്ലേറ്റ്സ് പറയാം. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഓർഡർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. മട്ടൻ ബിരിയാണി, ഫൈബർ എവിടെ? പേരിന് നമ്മളൊരു സാലഡ് സൈഡിൽ ഇടും, പക്ഷെ അതില് വെജിറ്റബിൾസ് ഒന്നുമില്ല. പുട്ടും ചിക്കൻ കറിയും, അപ്പവും ചിക്കൻ സ്റ്റൂവും, നെയ്ച്ചോറും ചിക്കൻ കറിയും, പൊറോട്ടയും ബീഫും, ഇഡലിയും സാമ്പാറും. കുറച്ച് ഫൈബർ ഉണ്ട്. പക്ഷെ ജനറലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മനുഷ്യന്റെ ഭക്ഷണം എന്ന് വിശ്വസിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൊന്നും ഫൈബർ ഇല്ല. ഫൈബർ ഇല്ല എന്ന് മാത്രമല്ല, ധാന്യത്തിന് ഏറ്റവും കൂടുതൽ പോഷകം കൊടുക്കുന്ന അതിൻ്റെ അകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താ? തവിട്. തവിടോട് കൂടിയിട്ടുള്ള ധാന്യം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ പറയുന്ന ധാന്യത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഒരു കോട്ടിംഗ് ആണ് തവിട് അഥവാ ബ്രാൻ. ഇതിലാണ് ഈ പറയുന്ന ധാന്യത്തിൽ ഏറ്റവും കൂടുതൽ ഫൈബർ ഇരിക്കുന്നത്. മനുഷ്യൻ എന്ത് ചെയ്തു? അത് അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് ഫൈബറിനെയും പോലും മനുഷ്യൻ എന്ത് ചെയ്തു?
eliminate ചെയ്യും. അടുത്ത മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഫൈബറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ ഗട്ട് ബാക്ടീരിയ എന്നുള്ളത്? കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് മെഡിക്കൽ സയൻസിൽ കണ്ടുപിടിച്ചിട്ടുള്ളതിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് റാഡിക്കലൈസിങ് ഇൻഫർമേഷൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എത്ര ഗട്ട് മൈക്രോബയോം എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ എത്ര സെൽസ് ഉണ്ടോ അതിനേക്കാൾ ഒരു 10-100 ഇരട്ടി അളവിൽ നമ്മുടെ ദഹനവ്യൂഹത്തിലും വായിലും സലൈവയിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും എല്ലാം ജീവിക്കുന്ന ഒരു കൂട്ടം മൈക്രോ ബാക്ടീരിയയാണ് ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത്. ഇന്ന് കഴിഞ്ഞ ഒരു 15 ഇയേഴ്സിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് ഇന്ന് മനുഷ്യന്റെ ആരോഗ്യത്തിൽ എല്ലാ ഏരിയാസിലും ഒരു റോള് പ്ലേ ചെയ്യുന്നതാണ് മനുഷ്യന്റെ ദഹനവ്യൂഹത്തിൽ താമസിക്കുന്ന ഈ ബാക്ടീരിയയുടെ കോളനി. ഇത് എവിടെ നിന്നാണ് മനുഷ്യൻ ആദ്യം കിട്ടുന്നത്? മനുഷ്യൻ ജനിക്കുന്നതിന് മുന്നേ മനുഷ്യന്റെ അമ്മയിൽ നിന്നാണ്. ഈ കുട്ടി ഭൂമിയിലോട്ട് വരുന്നത് ശരിക്കും ഏത് വഴിയാണ്? വജൈനയിലൂടെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആദ്യത്തെ ദഹനവ്യൂഹത്തിലെ ബാക്ടീരിയൽ കോളനി കിട്ടുന്നത് ഈ വജൈനയിലൂടെ പുറത്തു വരുന്ന കുഞ്ഞ് സ്വോളോ ചെയ്യുന്ന വജൈനൽ ഫ്ലൂയിഡിലോട്ടാണ്. ഇന്ന് പല കുട്ടികളും ബൈപ്പാസ് എടുത്ത് ലാറ്ററൽ എൻട്രി ആണ്, സി സെക്ഷൻ ആണ്. ദേ ലോസ് ദെയർ ഫസ്റ്റ് ഡോസ് ഓഫ് ബാക്ടീരിയൽ വാക്സിൻ. സെക്കൻഡ് ഡോസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെയാണ്. പക്ഷെ ഇന്ന് സമയമില്ല, ആവശ്യത്തിന് പാലും പല ആൾക്കാർക്കും ആരോഗ്യമില്ലാത്തതൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്നാണ് മനുഷ്യന്റെ ഗട്ട് ഹെൽത്ത് തുടങ്ങുന്നത്. ഇന്ന് പറയുന്ന സ്റ്റഡീസ് എല്ലാം പറയുന്നത് മനുഷ്യന്റെ ബ്രെയിൻ ഹെൽത്തും സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, ഓട്ടിസം പോലുള്ള കണ്ടീഷൻസ് കേട്ടിട്ടുണ്ടോ? ഓട്ടിസം, ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന എല്ലാ സീരിയസ് സൈക്കോട്ടിക് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിലും എല്ലാം ഗട്ട് ഹെൽത്തിന് ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഗട്ടിൽ ജീവിക്കുന്ന ബാക്ടീരിയയുടെ ഫുഡാണ് ഫൈബർ. ഇത്രയും നാളായിട്ട് നിങ്ങളുടെ കുടലിലും ദഹനവ്യൂഹത്തിലും താമസിക്കുന്ന ബാക്ടീരിയകളെല്ലാം പട്ടിണി കിടക്കുക. കാരണം എന്താ? രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയാ. അപ്പൊ ഇഡ്ഡലിനെയും ചമ്മന്തിനെയും ചപ്പാത്തിനെയും ദോശേനെയും എല്ലാം ശത്രുക്കളാക്കണമെന്നല്ല, പക്ഷെ എന്താണോ മനുഷ്യന്റെ ശരീരത്തിൽ വേണ്ട പോഷകം എന്ന് മനസ്സിലാക്കി പതിയെ പതിയെ ഭക്ഷണശീലത്തിന് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഭക്ഷണത്തിൽ നിന്നും ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് 1G ഡയറ്റ് എന്ന് പറയും. ദിവസം പലപ്പോഴും ഉച്ചയ്ക്ക് മാത്രമാണ് ധാന്യങ്ങൾ കഴിക്കാറ്. അപ്പൊ ബാക്കി നേരം എന്ത് കഴിക്കും? വെജിറ്റബിൾസ് കഴിക്കും. പിന്നെ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മീറ്റ് കഴിക്കില്ല, പക്ഷെ മുട്ട, പനീർ, നട്ട്സ്, സീഡ്സ്, തേങ്ങ, എല്ലാ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീവ്സ്. പക്ഷെ ഇതൊക്കെ രുചിയോടെ കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കണം. ഇന്ന് പല ആൾക്കാർക്കും സാലഡ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാ? കുറച്ച് ക്യാരറ്റും കക്കിരിക്കും ആക്കിയിട്ട് കുറച്ച് ഉപ്പും കുറയും. ഞാൻ കഴിക്കൂല. അപ്പൊ പല ആൾക്കാരും കരുതുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ്. പല ആൾക്കാരും പറഞ്ഞിട്ടില്ല നാളെ മുതൽ ഡയറ്റ് കയറണം. പറയുമ്പോഴേ അവരുടെ മുഖത്തൊരു വിഷമവും ദുഃഖമാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ രീതി നിങ്ങൾ തുടർച്ചയായും ജീവിതകാലം മുഴുവൻ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് ചെയ്യരുത്. അല്ലേ? കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താൻ കഴിയാത്തൊരു ഭക്ഷണശീലം എത്ര നാൾ കഴിച്ചിട്ട് എന്തിനാ? പല ആൾക്കാരും ക്ലിനിക്കിലോട്ട് വരും ചോദിക്കും, അടുത്തൊരു 3 മാസം കൊണ്ട് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് തരുമെന്ന്. അങ്ങനെ ഒരു ഡയറ്റ് ഇല്ല. What I do is not prescribe diets. What I do is teach people how to eat. നേരത്തെ പറഞ്ഞല്ലോ പശുവിനെ പഠിപ്പിക്കണ്ട, പക്ഷെ ഇന്ന് മനുഷ്യനെ പഠിപ്പിക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മൾ എത്തി. അപ്പൊ ആദ്യം ഫൈബറിന്റെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ പ്ലേറ്റിന്റെ ഒരു 50 മുതൽ 60% വരെ ഫൈബർ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പല ആൾക്കാരുടെയും മെറ്റബോളിക് ഹെൽത്ത് സ്റ്റേബിളാവും. സെക്കൻഡ് പോയിന്റ് ഇസ് മേക്ക് ഷുവർ ദർ ഇസ് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ കമ്മിങ് ഇൻ ടു യുവർ ഡയറ്റ്. അപ്പൊ നേരത്തെ ഞാൻ 30-40 വയസ്സ് വരെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ കാലയളവിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ സമയത്ത് മനുഷ്യന്റെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈഫ് എക്സ്പെക്ടൻസിയും കുറവായിരുന്നു. മനുഷ്യന്റെ ബ്രെയിൻ ഹെൽത്ത് ഇത്രയും ഡെവലപ്പ് ആവാനുള്ള മേജർ റീസൺ വാസ് വി ഇംപ്രൂവ്ഡ് അവർ പ്രോട്ടീൻ ഇൻടേക്ക്. മാംസം കഴിക്കാൻ തുടങ്ങി ആൻഡ് ദാറ്റ് ഇംപ്രൂവ്ഡ് അവർ ബ്രെയിൻ ഹെൽത്ത്. ഇത്രയും കോഗ്നറ്റീവ് ഹെൽത്തും ലൈഫ് സ്പാനും ഹെൽത്ത് സ്പാനും ഇംപ്രൂവ് ചെയ്തതിന്റെ ഒരു കാരണം പ്രോട്ടീൻ വന്നതാണ്. പല ആൾക്കാരുടെയും ഡയറ്റിൽ നിന്ന് പ്രോട്ടീൻ ഇല്ല. ഞാൻ വെറുതെ സിമ്പിൾ ആയിട്ട് ഒരാളുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ആരുടെ എടുക്കണ്ടേ?
എടുക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചേ? സ്വീറ്റ് പൊട്ടറ്റോ ബീഫ് സ്റ്റേക്കും. ഒരു 100 ഗ്രാം കഴിച്ചാണോ ബീഫ്? 100 ഗ്രാം കഴിച്ചു എന്ന് ഞാനങ്ങ് വിചാരിക്കുന്നു. അതിൽ നിന്നൊരു 30 ഗ്രാം പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് എന്തായിരിക്കും കഴിക്കുക, അല്ലെങ്കിൽ പൊതുവെ എന്താ കഴിക്കാറ്? ക്യാൻറ്റീൻ ഫുഡ്. അപ്പൊ ചോറ്, കറികൾ, തോരൻ, ഫിഷോ എന്തെങ്കിലും ഉണ്ടാവുമോ? മുട്ടയോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു 100 ഗ്രാം ചിക്കനിൽ നിന്ന് കിട്ടുന്നത് 30 ഗ്രാം പ്രോട്ടീനാണ്. അപ്പൊ എത്രയായി? ഒരു 60 ഗ്രാം അടുപ്പിച്ചായി. ഡിന്നർ അൽഫാം, നല്ല ഫുഡ് അൽഫാം. ശരി, അതിൽ നിന്നും പിന്നെയും ചിക്കൻ ആയതുകൊണ്ട് ഒരു 20-30 ഗ്രാം കിട്ടിയിട്ടുണ്ടാവും. ഇതാണോ പൊതുവെ എന്നും കഴിക്കുന്നത്? ഇപ്പൊ ഡയറ്റിലായതുകൊണ്ടാണ്. ഓക്കെ. പക്ഷെ പൊതുവെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യുന്ന ഒരാളുടെ പ്രോട്ടീൻ ഇൻടേക്ക് എടുത്തപ്പോ എത്ര കിട്ടി? ഒരു 90 ഗ്രാം കിട്ടി. വെയിറ്റ് എത്രയുണ്ട്? 92. പുള്ളി പേര് ഡോൺ. ഓക്കെ. ഡോണിന്റെ പ്രോട്ടീൻ ഇൻടേക്ക് ഒരു ഹെൽത്തി റേഞ്ച് എത്രയാണെന്നറിയോ? അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തത്? ഒരു 1.6 to 2.2 grams per kg വെയിറ്റ് ആണ് ഇന്നത്തെ മനുഷ്യന്റെ പ്രോട്ടീൻ ഇൻടേക്കിന്റെ ഒരു ഒപ്റ്റിമൽ റിക്വയർമെന്റ്. 2.2 ഗ്രാം. അതായത് ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 60 കിലോ ആണ് ഭാരമെങ്കിൽ ഒരു 100 ഗ്രാം എങ്കിലും പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ കിട്ടണം. എന്റെ കഴിഞ്ഞ കുറെ നാളത്തെ എക്സ്പീരിയൻസിൽ ഒരു 80% ആൾക്കാരും ഭക്ഷണത്തിലധികം പ്രോട്ടീൻ കഴിക്കാറില്ല. ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ടല്ലേ പല ആൾക്കാരുടെയും ഭക്ഷണത്തിൽ അത്രയും പ്രോട്ടീൻ കിട്ടാറില്ല. അടുത്ത ചോദ്യം, പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ എന്താ ഇപ്പൊ വലിയ പ്രശ്നം എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഞാൻ പ്രോട്ടീൻ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് വൈകിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പക്ഷേ പ്രൊലോങ്ഡ് ടൈമിൽ നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ കിട്ടാതെ ഇരുന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്ടർ നമ്മുടെ ശരീരത്തിൽ മസിൽസ് കുറയും എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ചോദ്യം, മസിൽസ് കുറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ഞാനിപ്പോ വെയിറ്റ് ലിഫ്റ്റിങ്ങിനൊന്നും പോകുന്നില്ലല്ലോ, ആരെ ഇടിക്കണ്ടാവുന്ന ആവശ്യം വരുന്നില്ലല്ലോ. പക്ഷെ നേരത്തെ ഞാനൊരു മെറ്റബോളിക് ഹെൽത്തിനെ പറ്റി പറഞ്ഞില്ലേ, ഇൻസുലിനെ പറ്റി പറഞ്ഞില്ലേ? ഈ മെറ്റബോളിക് ഹെൽത്തിൽ ഏറ്റവും ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗനാണ് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, മസിൽ. Muscle is called the metabolic organ. Why? Muscle is like a store room for glucose. വരുന്ന ഗ്ലൂക്കോസിനെ എല്ലാം സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗൻ ആണ് മസിൽ. സോ ഇഫ് യു ഹാവ് മോർ മസിൽ യു ക്യാൻ അക്കോമഡേറ്റ് മോർ കാർബോഹൈഡ്രേറ്റ്. ഇതുകൊണ്ടാണ് അന്ന് കൃഷിക്കാരൻ കാർബോഹൈഡ്രേറ്റ് കഴിക്കാനുള്ള കാരണം. ഹി ഹാഡ് മസിൽസ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കാർക്ക് ബേസിക് ആയിട്ട് മസിൽസ് ഉണ്ടോ എന്നുള്ള കുറച്ച് അസസ്മെന്റ് ഞാൻ ചെയ്യിപ്പിക്കട്ടെ? വിളിക്കുന്നില്ല. ഒരു 5 പേർക്ക് വന്ന് പുഷപ്പ് എടുക്കാമോ? അറിയാത്ത പോലെയൊക്കെ ഇരിക്കുക. ആരാ പുഷപ്പ് എടുക്കാൻ അറിയാവുന്ന ആൾക്കാർ കൈവക്കരുത് കേട്ടോ. ഞാൻ റാൻഡം ആയിട്ട് ഒരു 4 പേരും കൂടെ എടുക്കുന്നോ? ഒന്നും പ്രോആക്റ്റീവ് അല്ല കേട്ടോ. ഒരു പുഷപ്പ്. വരുന്നോ? ആരും വരുന്നില്ല. എന്നാ എടുത്തോ ഒരു പുഷപ്പ്, അല്ലെങ്കിൽ ഒരു 5 പുഷപ്പ്. സ്ലിപ്പ് ആവുന്നുണ്ടോ? ഇവിടെ കയറുന്നു. എനിക്ക് ഒരാളും കൂടെ വേണം. കമ്പനി വേണം. ഇങ്ങനെയൊക്കെയല്ലേ സ്റ്റേജിലേക്ക് കയറാ. ഒരാളൊരു പ്രോആക്റ്റീവ് അപ്രോച്ച് എടുക്കും. നിങ്ങളെല്ലാം എന്താ പിള്ളേര്? ഓക്കെ, യെസ്, പെർഫെക്റ്റ്. അല്ല, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആർക്കും എടുക്കാൻ പറ്റൂല എന്നുള്ളത്. ഞാനിത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മസിൽസും നിങ്ങളുടെ ബൾക്കിങ്ങും ജിമ്മിൽ പോകാൻ പ്രേരിപ്പിക്കുന്നതൊന്നും അല്ല. ബേസിക് ആയിട്ടുള്ള ഒരു അപ്പർ ബോഡി മസിൽസ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ അസസ്മെന്റ് ആണ് പുഷപ്പ്. ഓക്കെ, ഗോ. ചെയ്തോ? ടിൽ ഫെയിലിയർ ചെയ്തോ? എത്ര പോകാൻ പറ്റും? ഗുഡ്.
ലവ്ലി, ബ്യൂട്ടിഫുൾ, ഡൺ, മതി. താങ്ക് യു സോ മച്ച്. ഇത് അത്ര എളുപ്പമാണോ ചെയ്യാൻ? ചെയ്ത് പതിയെ എളുപ്പമായി. ഇറ്റ്സ് നോട്ട് ഈസി ടു ഡു എ പുഷപ്പ്. പക്ഷെ മനുഷ്യന്റെ ശരീരത്തിൽ ഇറ്റ് ഷുഡ് ബി ഈസി ടു ഡു എ പുഷപ്പ്. നിങ്ങൾ ആരും ഇപ്പം നാടൻ കിടന്ന എടുത്തിട്ടൊന്നും ചെയ്തില്ല, പക്ഷെ വീട്ടിൽ പോയി ട്രൈ ഡൂയിങ് ഇറ്റ്. ട്രൈ ഡൂയിങ് വൺ പ്രോപ്പർ പുഷപ്പ്. യു വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ശരീരം എത്ര വീക്കാണ് എന്നുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും മരമോ തൂങ്ങി കിടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം എത്ര നേരം തൂങ്ങി പിടിച്ച് കിടക്കാം എന്നുള്ളത് നോക്കുക. പുള്ളപ്പ് ഓൾസോ. ഇന്ന് പല ആൾക്കാർക്കും തൂങ്ങി കിടക്കാൻ പോലും പറ്റില്ല, അപ്പോഴാണ് ശരീരഭാഗം പൊക്കി. സോ മസിൽ ഇസ് എ വെരി ബേസിക് മെറ്റബോളിക് ഓർഗൻ. പല ആൾക്കാരും ഇന്ന് വെയിറ്റിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ് അല്ലെ? എങ്ങനെയെങ്കിലും കുറച്ച് വെയിറ്റ് കുറയണം എന്നുള്ളതാണ്. പല ആൾക്കാരും ഈ ഡയറ്റിങ്ങിലും പരിപാടിക്കൊക്കെ കയറി വെയിറ്റ് കുറയുന്നത് ശരീരത്തിലെ മസിൽസ് പോയിട്ട് മാവാം. ആരോഗ്യം കളഞ്ഞിട്ട് വെയിറ്റ് കുറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? കറക്റ്റ്. സോ യു നീഡ് ഗുഡ് പ്രോട്ടീൻ ടു ഇംപ്രൂവ് യുവർ മസിൽസ്. പിന്നെ വേണ്ടത് ഭക്ഷണത്തിൽ നല്ല കൊഴുപ്പാണ്. പക്ഷെ പല ആൾക്കാർക്കും കൊഴുപ്പ് എന്ന് കേൾക്കുമ്പോഴേ അപ്പുറത്തെ വഴി ഓടും. കൊളസ്ട്രോൾ ഇഷ്യൂസ്, ഹാർട്ട് ഇഷ്യൂസ്. സോ പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഹെൽത്തി ഫാറ്റ് ഇസ്. നിങ്ങളുടെ എല്ലാം വീട്ടില് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിൽ ഏതാ? വെളിച്ചെണ്ണ. എല്ലാ സ്ഥലത്തും അതാണോ? ഹോട്ടലുകളിൽ എന്താ ഉപയോഗിക്കുന്നത്? ഹോട്ടലിൽ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് ആണ്. These fats are highly inflammatory. So learning what are healthy fats is very important. പല ആൾക്കാർക്കും ഇന്ന് ഫാറ്റ് ഉപയോഗിക്കാൻ മടി ആയതുകൊണ്ട് എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് ഫാറ്റ് എന്ന് പറയുന്ന സാധനമേ, തേങ്ങ കഴിക്കില്ല, നെയ്യ് കഴിക്കില്ല. ദീസ് ആർ ഓൾ ഹെൽത്തി ഫാറ്റ്സ്. എന്നിട്ട് പകരം നമ്മൾ എന്ത് കഴിക്കും? പോയി ഹോട്ടലിൽ നിന്നുള്ള അൺഹെൽത്തി ഫാറ്റ്സ് വെച്ചുണ്ടാക്കുന്ന ഫുഡ് കഴിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഭക്ഷണത്തിനെ കുറിച്ച് പഠിക്കാത്ത ഒരാൾക്ക് നല്ല ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. വെരി കോമൺ സെൻസ്. എത്ര നാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഏതോ ഒരാൾ പറഞ്ഞു തരുന്നൊരു ഡയറ്റ് കണ്ണും മൂട്ടി കഴിക്കുക. കറക്റ്റ്. അടുത്തത് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോഷകത്തെ കുറിച്ചിട്ടാണ്. ഡയറ്റ് എന്താ? വാട്ട് ഇസ് ഡയറ്റ് മീൻ? ഒരാൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഡയറ്റ്. വാട്ട് ഇസ് ന്യൂട്രിഷൻ മീൻ? ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയന്റ് ആണ് ന്യൂട്രിഷൻ തരുന്നത്. പല ആൾക്കാരുടെയും ഡയറ്റും ന്യൂട്രിഷനും സെയിം അല്ല. നമ്മളുടെ ശരീരത്തിന് എന്താണോ ആവശ്യം അത് പലപ്പോഴും ഭക്ഷണത്തിൽ നിന്ന് കിട്ടാറില്ല. ആരെങ്കിലും ഇവിടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരാള്. ഞാൻ പ്രതീക്ഷിച്ച് വന്നത് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ എല്ലാരും കൈവെക്കുന്നതാണ്. കാരണം അതേ ഉള്ളൂ ഇപ്പൊ ആൾക്കാർ ആകെ ടെസ്റ്റ് ചെയ്യുന്നത്. Even in vitamin D, people are massively deficient. So, ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, we are all overfed, but we are undernourished. അതായത് കഴിക്കുന്നതിനൊരു കുറവുമില്ല. We are eating 3, 4, 5 times a day. പക്ഷെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളൊന്നും കിട്ടുന്നില്ല. You are overfed, പക്ഷെ undernourished. അതായത് ഞാൻ നിങ്ങളോട് പറയാണ്, ഭയങ്കര ഒരു മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഒരാള് ക്ലിനിക്കിലോട്ട് കഴിഞ്ഞ തവണ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ വ്യക്തിയുടെ ഒരു ഇമേജ് എന്താ? മെലിഞ്ഞ് ഭക്ഷണമൊന്നും കിട്ടാതെ പട്ടിണി കിടന്നിട്ടുണ്ടായ പോഷകക്കുറവാണ്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദ റിയാലിറ്റി. ഇന്ന് പോഷകക്കുറവുള്ള ആൾക്കാരെല്ലാം ഇരിക്കുന്നത് ഇതാ നിങ്ങളെ പോലെയാ. അതായത് കണ്ടാൽ പോഷകക്കുറവുണ്ട് എന്ന് കാഴ്ചയ്ക്ക് പറയണമെന്നൊരു നിർബന്ധമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഒപ്റ്റിമൽ ന്യൂട്രീഷനും ഒരു ഡെഫിഷ്യൻസി ഒഴിവാക്കുന്നതും തമ്മിലുള്ള ബന്ധം. പല ആൾക്കാരും, ഇപ്പൊ ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ടും എനിക്ക് ഈ ഫീൽഡിനോട് ഇഷ്ടമുള്ളത് കൊണ്ടും എല്ലാ ദിവസവും ആൾക്കാർ എന്താ കഴിക്കുന്നേ എന്ന് ചോദിക്കുന്നതാണ് എന്റെ ജോലി. എല്ലാ ദിവസവും എത്രയോ ആൾക്കാരുടെ ഡയറ്റിലൂടെയാണ് ഞാൻ പോകുന്നത്. എല്ലാവരുടെ ഭക്ഷണത്തിൽ നിന്നും ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകം നിങ്ങൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇല്ല എന്നുള്ളത്. നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നുന്ന ചോദ്യമാണ്, പണ്ട് കാലത്ത് ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത്. അല്ലെ? തോന്നുന്നുണ്ടോ? ഇന്നിപ്പോ ഞാൻ ഈ ന്യൂട്രീഷനെ പറ്റി പറഞ്ഞ, പണ്ട് കാലത്ത് അത്ര പോഷകക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, കൃഷി വ്യത്യാസമായിരുന്നു. ഇന്ന് നമ്മൾ ആരെങ്കിലും കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കൃഷി ചെയ്ത ഭക്ഷണമാണോ? ഈ ഭക്ഷണങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. സോ മണ്ണ് മാറി, കൃഷി മാറി, നമ്മുടെ റിക്വയർമെന്റും മാറി.
പോസ്റ്റ് കോവിഡ് ഒക്കെയാണ് ആൾക്കാർ വൈറ്റമിൻ ഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് തുടങ്ങി. ലൈഫ് സ്റ്റൈൽ മാറി, സ്ട്രെസ് മാറി, ജോലി മാറി, റിക്വയർമെന്റ് ഒക്കെ മാറി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ അന്നജത്തിന്റെ അളവ് കുറയ്ക്കുന്നത് മാത്രം പോരാ. അപ്പൊ പല ആൾക്കാരും ഗ്രെയിൻസ് കട്ട് ചെയ്യണം, കാർബ്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പട്ടിണിയിലോട്ടൊക്കെ പോകും. എക്സ്ട്രീംലി അൺഹെൽത്തി. ഈ പല ആൾക്കാരും രാത്രി കഴിക്കില്ല, രാവിലെ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരില്ലേ. നിങ്ങളത് ആരോഗ്യം വരുത്താനും കാർബ് കുറയ്ക്കാനുമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ then you are doing more harm to your body. സോ പട്ടിണി അടയ്ക്കുക, കാർബിന്റെ അളവ് കുറച്ച് ഭക്ഷണത്തിന്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതൊന്നുമല്ല. യു നീഡ് ടു ഹാവ് ഗുഡ് ന്യൂട്രീഷൻ ഹോൾസം പ്ലേറ്റ്സ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ ഫ്രണ്ട്സ് വരുന്ന സമയത്ത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ കഴിക്കാനാണെങ്കിൽ എനിക്കും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഡയറ്റിംഗ് എന്ന് പറയുന്നത് എന്തോ ഒരു ടെററിസ്റ്റ് അപ്രോച്ച് ഉള്ള, ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, കുറെ ഷുഗർ കട്ടൊക്കെ പോയി ചെയ്യേണ്ട എന്തോ ഒരു പരിപാടി പോലെയാണ് ആൾക്കാർ കാണുന്നത്. മാത്രമല്ല ആ ഡയറ്റിംഗ് ചെയ്യുന്ന കുറച്ച് നാൾ പിന്നെ ഫ്രണ്ട്സിനെ ഒന്നും കാണൂല അല്ലെ, പിന്നെ അവനെ കണ്ട അവൻ എന്നെയും കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകും. മനസ്സിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. അങ്ങനെ ചെയ്യേണ്ടതൊന്നും ആയിരിക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു ഡു ഇസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് your diet has the power to influence tens and thousands of your genes. ഇപ്പൊ ഇന്ന് കാണുന്ന പല രോഗങ്ങളെയും നമ്മൾ പറയാറില്ല അതെനിക്ക് ജനറ്റിക് ആയിട്ട് വന്നതാണ്. ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ? ഡയബറ്റിക് എനിക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്, ജനറ്റിക് ആണ്. So what people don't understand is your diet has the power to alter the expression of your genes. അതായത് നിങ്ങളുടെ അച്ഛന് ഡയബറ്റിസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഡയബറ്റിസ് വരണമെന്ന് നിർബന്ധമില്ല. പ്രൊവൈഡഡ് യു can control the expression of the genes. ആ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡയറ്റ് ന്യൂട്രീഷൻ. So it can improve your brain chemistry, it can improve your immune system and it can enhance your gut health. പക്ഷെ ഡയറ്റിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് it doesn't make sense. ഒരു സൂപ്പർ ഡയറ്റിലാണ്, പക്ഷെ ജോലി എന്ന് പറയുന്നത് പണ്ടാറടങ്ങാൻ സ്ട്രെസ്. Where is your health? അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്ന ഒരു സാധനമേ നിങ്ങൾ അനക്കില്ല. വാട്ട് ഇസ് ദ പോയിന്റ്? സോ ഡയറ്റ് കൊണ്ട് മാജിക് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ യു നീഡ് ടു ബി ഏബിൾ ടു ഓൾസോ അഡ്രസ് യുവർ ആക്ടിവിറ്റി ലെവൽസ്. പല ആൾക്കാരും പറയുന്നത് ഞാൻ സ്ഥിരം നടക്കും അല്ലെങ്കിൽ കളിക്കാൻ പോകും. ദാറ്റ്സ് നോട്ട് ഇനഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരത്തിൽ എത്ര മസിൽസ് ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹെൽത്തി മെയിൽ ബോഡിയിൽ ഒരു 50% എങ്കിലും സ്കെലിറ്റൽ മസിൽസ് ആയിരിക്കണം. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു 40 to 45% of your body weight should be skeletal muscles. In my experience, most people who come to the clinic have less than 25 and 30%. പക്ഷെ അവർ അറിയാറില്ല. ഇങ്ങനെ ഡെഡ് ഹാങ് ഒക്കെ പിടിച്ച് തൂക്കി പിടിച്ചാലേ അവർ റിയലൈസ് ചെയ്യുള്ളൂ. So it needs to have muscle centric exercises, it needs to have flexibility, mobility, agility, പിന്നെ cardiovascular health ഇംപ്രൂവ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് സ്ലീപ്പ്. ഞാൻ പറയാതെ തന്നെ അറിയാം ഇന്നത്തെ യങ്ങർ ജനറേഷൻ doesn't respect sleep. എന്ത് ആ സമയം കളയുന്നതെന്നുള്ള, ആ സമയത്ത് എന്തൊക്കെ സിനിമകൾ കാണാം, എത്രയൊക്കെ പുറത്ത് കറങ്ങി നടക്കാം. പക്ഷെ ഞാൻ റീസെന്റ് ആയിട്ട് വായിച്ചിട്ടുള്ള ബുക്കുകളിലെല്ലാം പറയുന്നത് 8 hours ഓഫ് ടൈംലി സ്ലീപ്പ് ഇസ് നോൺ നെഗോഷ്യബിൾ എന്നാണ്. അതായത് ഒരു രാത്രി നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഡാമേജ് ക്യാൻ നെവർ ബി റിപ്പയർഡ്. അതിന്റെ ഡാമേജ് വിൽ പെർസിസ്റ്റ് ത്രൂ ഔട്ട്. ഒരു 4-5 ദിവസം എടുക്കും ബ്രെയിനിന് ഒരു ദിവസത്തെ രാത്രി ഉറക്കം ശരിയായില്ലെങ്കിൽ അതിനൊന്ന് നോർമൽ ആക്കി കൊണ്ടുവരാം. അപ്പോൾ സ്ലീപ്പിനെ പറ്റി പറയുമ്പം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മാത്രം പോരാ, ടൈം. 2 മണിക്ക് കിടന്നിട്ട് 10 മണിക്ക് എഴുന്നേറ്റിട്ട് 8 മണിക്കൂർ കിട്ടി എന്ന് പറയുന്നതിൽ യുവർ ബോഡി ഹാസ് എ സിർക്കേഡിയൻ സൈക്കിൾ. ഇപ്പൊ ഔളില്ലേ, ഔൾ എന്തുകൊണ്ടാണ് രാത്രി ഹണ്ടിങ്ങിന് പോകുന്നതും പുറത്തിറങ്ങി നടക്കുന്നത്? അതിന് രാത്രി കാണാനുള്ള കഴിവ് നേച്ചർ കൊടുത്തിട്ടുണ്ട്. ഡു വി ഹാവ് ദാറ്റ്? ലൈറ്റ് ഇട്ടില്ലെങ്കിൽ രാത്രി കാണാൻ കഴിയില്ല. വി ആർ സപ്പോസ് ടു റെസ്റ്റ് ബൈ ഡീഫോൾട്ട്. സോ സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാം, മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും സ്പിരിച്വൽ ഹെൽത്തും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന കാഴ്ചപ്പാട്, ഓപ്റ്റിമിസം, മൈൻഡ് സെറ്റ്, പെർസ്പെക്റ്റീവ്. ഒരു ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴേക്കും അല്ലെങ്കിലും എനിക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളതാ, ദാറ്റ് കൈൻഡ് ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡും പെർസ്പെക്റ്റീവിലും ഒക്കെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്ലിനിക്കിലോട്ട് വരുന്ന ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയിരിക്കാം, പക്ഷെ they might have to work on mental and emotional well-being to be able to address their problem. അപ്പൊ പ്രശ്നം ബ്ലഡ് ഷുഗറിലാണെങ്കിലും വർക്ക് ചെയ്യേണ്ടത് മെന്റൽ ഹെൽത്തിലാവാം. ഓക്കെ, സോ ദീസ് ആർ ഓൾസോ ഏരിയാസ് ദാറ്റ് യു ഷുഡ് വർക്ക് ഓൺ. സോ ടു കൺക്ലൂഡ്,
what you should all be looking at in terms of your future health is that ഒന്ന് ഒരു പർട്ടിക്കുലർ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു മാജിക് ഡ്രിങ്കിലോ ഒരു മാജിക് ഫുഡിലോ പിടിച്ചു നിൽക്കാതെ സീ ഹെൽത്ത് ആസ് എ ഫങ്ഷണൽ അപ്രോച്ച്. അതായത് എന്റെ മൈൻഡിന് കുഴപ്പമുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ എഫക്ട് മൈ സ്കിൻ, ദാറ്റ് ക്യാൻ എഫക്ട് മൈ ഹെയർ. പല ആൾക്കാരോട് ചോദിക്കുന്നതാണ് മുടി കൊഴിയുന്നു, എന്താ സപ്ലിമെന്റ് കഴിക്കേണ്ടത്? സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുന്ന മുടി കൊഴിച്ചിലിന് എന്ത് സപ്ലിമെന്റ് സഹായിക്കുക? കറക്റ്റ്. അപ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥ എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കി അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് ഫങ്ഷണൽ അപ്രോച്ച്. സെക്കൻഡ് ഇസ് ഗെറ്റ് എഡ്യൂക്കേറ്റഡ് ആൻഡ് എംപവർഡ്. ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് ഇന്ന് നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവിടെ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലായി എന്നുള്ളത് അല്ലെ. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അവർക്ക് പോയി പറയാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. സോ വിത്തൗട്ട് ഇൻഫർമേഷൻ യു വോണ്ട് ചേഞ്ച്. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ പീപ്പിൾ ചേഞ്ച് ദെയർ ഡയറ്റ് ഓൺലി ബിക്കോസ് ദേ ലേൺ അബൌട്ട് ഫുഡ്. ഒരു ഡയറ്ററി ചാർട്ട് നോക്കിയിട്ടോ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നോക്കിയിട്ടോ വേറെ ആൾക്കോ വർക്ക് ചെയ്തു എന്നറിഞ്ഞ് ഡയറ്റ് മാറ്റുന്നതിൽ ഇറ്റ് ഡസന്റ് വർക്ക്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ദ തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഇസ് ഇറ്റ് നീഡ്സ് ടു ബി പേഴ്സണലൈസ്ഡ്. എനിക്ക് മെലിയാൻ അത് വർക്ക് ചെയ്തു, അതുകൊണ്ട് അവന് മെലിയാൻ അത് വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ദർ ഇസ് സംതിങ് കോൾഡ് ബയോ ഇൻഡിവിജ്വാലിറ്റി. എല്ലാവർക്കും എല്ലാം വർക്ക് ചെയ്യണമെന്നില്ല. സോ ഡ്യൂ ടു മൈ ലാക്ക് ഓഫ് ടൈം ഐ എം കൺക്ലൂഡിങ് മൈ സെഷൻ. ഐ ഹോപ്പ് ഇതിൽ നിന്ന് ഇത്രയും നാണമുള്ള ഒരു ക്രൗഡ് ആയിട്ട് പോലും കുറച്ചെങ്കിലും ഇൻഫർമേഷനും ഇന്ന് മുതൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ഇൻഫർമേഷൻ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഗൈസ് വാണ്ട് ടു റീച്ച് ഔട്ട് ടു മീ or get in touch with me, need our support, feel free to call us in the number or you can check out our website also. Okay, so thank you so much. Would be great if you could share your Insta ID as well. My Insta ID is called Umminity, UMMINITY. Okay, so thank you so much for being a good lively crowd. Okay. Thank you so much, Gauri Krishna. It was absolutely a holistic class and like it was quite interactive. ഇടയ്ക്ക് ഇപ്പോഴേക്കോ നമ്മളുടെ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നു തോന്നിപ്പോയി സ്കൂളിലെ ബയോളജി ക്ലാസ്സസ് ഒക്കെ. And it was great. Let's once again put our hands together for this wonderful session that she has put forward for us. Great and totally empowering. And may I humbly request Ms. Srikala, the Honorable Assistant Professor of the Department of English, to kindly join with us to please help us expressing our love and admiration for Gauri Krishna. And yes, may these lessons that you have imparted with us always remain with us. Let us all work together for a healthy future.